നമ്മുടെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള CPM-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് എസ് സതീഷ്, CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PR മുരളീധരൻ, CPM-ന്റെ ഏരിയ സെക്രട്ടറി സഖാവ് അനീഷ് എം മാത്യു, CPI-യുടെ മണ്ഡലം സെക്രട്ടറി സഖാവ് ജോളി പൊട്ടക്കൽ, മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ സഖാവ് UR ബാബു, MA സഗീർ, ഉഷ ശശീധരൻ അടക്കമുള്ള സഖാക്കൾ, മുനിസിപ്പാലിറ്റിയിലെ CPM-ന്റെയും CPI-യുടെയും പ്രധാനപ്പെട്ട നേതാക്കളെ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, LDF-ന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ നഗരസഭയുടെ വികസന മുരടിപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോ 5 വർഷക്കാലം പൂർത്തീകരിക്കാൻ പോവുകയാണ്. UDF ഭരിക്കുന്ന ഈ നഗരസഭയുടെ ഭരണം ഏതാണ്ട് തീരാൻ പോവുകയാണ്. 5 വർഷക്കാലത്തെ ഈ നഗരസഭ ഭരണമെടുത്ത് പരിശോധിച്ചാൽ മൂവാറ്റുപുഴയ്ക്കുണ്ടായത് നഷ്ടങ്ങളുടെ 5 വർഷക്കാലമായിരുന്നു. വികസന പ്രവർത്തനങ്ങളില്ല, നടക്കുന്ന പ്രവർത്തികളിൽ അഴിമതികൾ മാത്രം. കെടുകാര്യസ്ഥത കൊണ്ട് മുൻ കൌൺസിൽ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള പദ്ധതികൾ അത് നടപ്പിൽ വരുത്താൻ തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഈ നഗരസഭ ഭരണാധികാരികളുടെ ഭരണം മാറിയിരിക്കുകയാണ്. നോക്കൂ, നമ്മുടെ നഗരത്തിലെ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഈ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലെ 30 വാർഡുകളിലൂടെ പര്യടനം നടത്തി. 30 വാർഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് നഗരത്തിലെ മുഴുവൻ റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. 5 വർഷക്കാലമായി ആ റോഡുകൾ അറ്റകുറ്റി പണികൾ നടത്തിയിട്ട് റോഡുകൾ, നഗരത്തിലെ റോഡുകൾ മാത്രമല്ല, വഴിവിളക്കുകൾ കത്തുന്നില്ല. മാലിന്യത്തിന്റെ കാര്യത്തിൽ മാലിന്യം സംസ്കരിക്കുന്നതിൽ 10 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കപ്പെട്ടതാണ് ഡംപിംഗ് യാർഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. ഒരടി പോലും ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കണം, ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് തൊട്ടടുത്തന്നെ ഫിഷ് മാർക്കറ്റ് പണിതിട്ടിട്ടുണ്ട്. ആ ഫിഷ് മാർക്കറ്റിന്റെ അകത്ത് ഈ മുനിസിപ്പാലിറ്റിയുടെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുക. തൊട്ടപ്പുറേ നമ്മുടെ കാവുങ്കരയിൽ ഷോർട്ടർ ഹൌസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം ജനകീയ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുമ്പോ അവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞ പരാതി, ആ ഷോർട്ടർ ഹൌസിന്റെ അകത്ത് മാലിന്യം കൊണ്ടുകൂടി ചാക്കി കെട്ടി കൂട്ടി വെച്ചിരിക്കുന്നു എന്നാണ്. ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടങ്ങളിൽ മാലിന്യം സംസ്കരിച്ച് കൂട്ടിവെക്കുന്ന സമീപനമാണ് ഈ നഗരസഭ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആശുപത്രിയെ സംബന്ധിച്ച് നമുക്കറിയാം, ആശുപത്രിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. HMC ആശുപത്രിയുടെ ഒരു വികസന കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാണ്. അതിന്റെ അകത്ത് കമ്മിറ്റി അംഗങ്ങൾ, മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്, വൈസ് ചെയർമാനുണ്ട്, ആ വാർഡ് കൌൺസിലുണ്ട്, MP ഉണ്ട്, MLA ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിയുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിയിൽ CPM-ന്റെ പ്രതിനിധിയായിട്ട് ഞാനാണുള്ളത്. ആ HMC യോഗം ചേരുന്നത് തന്നെ 7-8 മാസക്കാലം കൂടുമ്പോഴാണ്. ഇപ്പോൾ പ്രതിഷേധം ഉയർത്തിയപ്പോ ഇന്നലെ ഒന്ന് കൂടി, പ്രതിഷേധങ്ങൾ വന്നതിന്റെ ഭാഗമായി ഇന്നലെ ഒന്ന് കൂടി. എന്താണ്? ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, ആ ആശുപത്രിക്കകത്ത് ഒരു ഗൈനക്കോളജി ഓപ്പറേഷൻ തിയേറ്റർ അതിമനോഹരമായി അന്താരാഷ്ട്ര നിലവാരത്തിൽ ഭംഗിയായി പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ 3.5 വർഷക്കാലം എടുത്തു. പ്രിയമുള്ളവരെ, അവിടെ ട്രാൻസ്ഫോമർ ഇല്ലാത്തതിന്റെ പേരിലാണ് നടക്കണം. ഒരു ട്രാൻസ്ഫോമർ വെക്കാൻ 36 ലക്ഷം രൂപ വേണ്ടത്. ഈ നഗരത്തിലെ ചെയർമാനോട് ചോദിച്ചു, മുനിസിപ്പാലിറ്റിയോട് ചോദിച്ചു, ആ ഫണ്ട് നിങ്ങൾ കൊടുക്കണം. ഈ നഗരത്തിലെ ഈ മണ്ഡലത്തിലെ MLA-യോട് ചോദിച്ചു, മാത്യു കുള്ളറൽ, നിങ്ങളുടെ MLA ഫണ്ടിൽ നിന്ന് ആ ഫണ്ട് കൊടുക്കണം. പക്ഷേ ഇവരാരും തയ്യാറായില്ല. അവസാനം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഇടപെട്ട് സർക്കാരിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോ അതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. ഇതാണ് അവസ്ഥ. ശ്മശാനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ഈ മൂവാറ്റുപുഴയിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ മരണപ്പെട്ടാൽ സ്ഥലമില്ലാത്തതിന്റെ പേരിൽ അവരുടെ മൃതദേഹം ദഹിപ്പിക്കാൻ വേണ്ടി കിഴക്കേക്കരയിലാണ് ഒരു വീടിന്റെ അടുക്കള പൊളിച്ചു മാറ്റി അവിടുത്തെ ഗൃഹനാഥനെ ദഹിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയ വാർത്തയായിരുന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഇടതുപക്ഷ കൌൺസിൽ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ശ്മശാനം, നമ്മുടെ KSRTCക്ക് ഓപ്പോസിറ്റ് ശ്മശാനം പണിയാൻ വേണ്ടി തീരുമാനിച്ചു. ആ ശ്മശാനം തീരുമാനിക്കപ്പെടുമ്പോ നിരവധിയായ കേസുകളാണ് അവിടെ വന്നത്.
അവസാനം നിരന്തരമായ നിയമ പോരാട്ടങ്ങളൊടുവിലാണ് ആ ശ്മശാനം അവിടെ നിർമ്മിക്കാൻ വേണ്ടി അനുമതി കിട്ടിയത്. ശ്മശാനം നിർമ്മിച്ചു, വളരെ ഭംഗിയായി പോയി. ഒരു ദിവസം 4 മൃതദേഹങ്ങൾ ദഹിപ്പിച്ചത് നിങ്ങൾ നോക്കൂ. ഇപ്പോ ഒരെണ്ണം പോലും തികച്ചു ദഹിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ അടുത്ത ദിവസമാണ് ഒരു മൃതദേഹം 4 തവണയാണ് പാതിബന്ധ മൃതദേഹം പുറത്തെടുത്തെന്ന് ഓർക്കണം. ഈ ശ്മശാനത്തെ അതിന്റെ പ്രവർത്തനങ്ങളെ കൃത്യസമയത്ത് അറ്റകുറ്റകൾ പണികൾ നടത്താതെ നടത്തുന്ന പണിയിൽ ലക്ഷക്കണക്കിന് രൂപ അഴിമതി നടത്തിക്കൊണ്ട് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ആ ശ്മശാനത്തിന്റെ പ്രവർത്തനം നടന്നത്. കഴിഞ്ഞ ഇടതുപക്ഷ കൗൺസിലിന്റെ കാലഘട്ടത്തിലാണ് ആ ശ്മശാനത്തോട് ചേർന്ന് തന്നെ ഒരു പുതിയ ഭരണം സ്ഥാപിക്കാൻ വേണ്ടി ഒരു ബിൽഡിംഗ് പണിത് അതിന്റെ 80% പണി പൂർത്തീകരിച്ചു. ആ ബിൽഡിംഗ് ഒന്ന് തുറന്ന് അതിന്റെ പൊടിയെങ്കിലും ഒന്ന് തൂത്തു തുടയ്ക്കാൻ ഈ കൗൺസിലിന് കഴിഞ്ഞിട്ടെന്ന് ഓർക്കണം. ഞങ്ങൾ പറയുന്നു ഒട്ടനവധി കാര്യങ്ങൾ സൂചിപ്പിക്കാൻ. ഷീ ലോഡ്ജ് കഴിഞ്ഞ കൗൺസിൽ കാലഘട്ടത്തിൽ, കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് കാലഘട്ടത്തിൽ അനുവദിക്കപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ യാത്ര ചെയ്തു വരുന്ന സ്ത്രീകൾക്ക് അവിടെ വിശ്രമിക്കാൻ വേണ്ടി ഷീ ലോഡ്ജ് എന്ന പദ്ധതി നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പരിശോധിക്കൂ. ആ ഷീ ലോഡ്ജ് എത്ര ഭംഗിയായി പ്രവർത്തിക്കുന്നത്. ഇവിടെ എല്ലാ പണികളും പൂർത്തീകരിച്ചതാണ്. കറണ്ട് കണക്ഷനും വൈദ്യുതി കണക്ഷനും വാട്ടർ കണക്ഷനും അതുപോലെ 4 ബെഡും മേടിച്ചിടാൻ മാത്രമാണ് ഈ കൗൺസിലിന് വേണ്ടി മാറ്റിവെച്ചത്. ബാക്കി എല്ലാ പ്രവർത്തനം പൂർത്തീകരിച്ച്. പക്ഷെ നോക്കൂ, ഈ സമയം വരെ അതൊന്ന് തുറക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതാണ് സ്ഥിതി. നമ്മുടെ നഗരത്തിലെ കച്ചവടക്കാരുടെ സ്ഥിതി എന്താണ്? വ്യാപാരങ്ങളുടെ ഒരു ശവപ്പറമ്പായി ഈ നഗരസഭ മാറിയില്ലേ? ഇപ്പൊ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അതിനു മുമ്പും വ്യാപാരികൾ ഈ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ സമരത്തിലായിരുന്നു. എന്തിനായിരുന്നു സമരം? സമരം എന്ന് പറയുന്നത് ഇവിടെ വർദ്ധിപ്പിച്ച നികുതി. ആ നികുതി എന്ന് പറയുന്നത് 100 ഇരട്ടിയിലാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ മുനിസിപ്പൽ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന വാടക, ആ വാടക ഇരട്ടിയിലാണ് വർദ്ധിപ്പിച്ചത്. കച്ചവടക്കാരുടെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നടുവൊടിക്കുന്ന സമീപനം ഈ നഗരസഭ സ്വീകരിക്കപ്പെട്ടു. ഇതാണ് സ്ഥിതിവിശേഷം. ഞാൻ വിശദമാക്കുന്നില്ല, ഇവിടെ നിരവധി ആളുകൾ സംസാരിക്കാനുണ്ട്. ഇതാണ് ഈ നഗരസഭയെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഒരു തരത്തിലുള്ള വികസനം, ഒരു വികസന പ്രവർത്തനം പോലും 5 വർഷക്കാലത്തിനിടയിൽ നടത്തിയിട്ടില്ല. ഇത് ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ കാക്കിക്ക് തൂറാൻ ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പുറം ആശുപത്രിയുടെ മുമ്പിൽ അതുപോലെ തന്നെ കാക്കിക്ക് തൂറാൻ ഒരു അയ്യങ്കാളി പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 2 കാര്യമല്ലാതെ ഈ നഗരസഭയിൽ എന്ത് പദ്ധതി നിങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? എത്രയോ പദ്ധതികൾ, എത്രയോ ഫണ്ടുകൾ സംസ്ഥാന ഗവൺമെന്റ് തരുന്നുണ്ട്. ഞങ്ങൾ അതിന് കണക്കെടുത്തിട്ടുണ്ട്. ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് കഴിഞ്ഞ 5 വർഷക്കാലം സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ഫണ്ടുമായി ബന്ധപ്പെട്ട് കണക്കെടുത്തിട്ടുണ്ട്. എത്ര ശതമാനമാണ് ചെലവഴിക്കപ്പെടാതെ ലാഭമായി കഴിഞ്ഞിട്ടുള്ളത്? ഈ അവസാനത്തെ കണക്കിൽ 6 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ട് 3.2 കോടി രൂപയാണ് ചെലവഴിക്കപ്പെട്ടത്. ബാക്കി ലാഭമായി പോയി. ഇതാണ് സ്ഥിതി. സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന തുക പോലും കൃത്യമായി ചെലവഴിക്കപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി, UDF നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി മാറിക്കഴിഞ്ഞു. ഈ മൂവാറ്റുപുഴ മണ്ഡലം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ നഗരം എന്ന് പറയുന്നത് 3 ആറുകളുടെ സംഗമിക്കുന്ന മനോഹരമായ, അതിമനോഹരമായ ഒരു നാടാണ്. പക്ഷേ ആ നാടിനെ ഈ 5 വർഷക്കാലത്തെ UDFന്റെ ഭരണം 5 വർഷക്കാലമല്ല 10 വർഷക്കാലം പുറകോട്ടടിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. പ്രതിഷേധം വരുമ്പോ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു. ആ ഉയർന്നു വന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നത്. ജനങ്ങളാകെ എതിരായി എന്ന് കണ്ട്, ജനങ്ങൾ എതിരായി എന്ന് മനസ്സിലാക്കി വോട്ടർപട്ടികയിൽ ഇപ്പൊ കൃത്രിമം കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക. നിങ്ങൾ നോക്കും, ചില വാർഡുകളിൽ ഒരു മുനിസിപ്പാലിറ്റി 30 വാർഡുണ്ട്. ആ 30 വാർഡിൽ ആകെ വോട്ട് 600 ഉള്ളൂ. അവിടെ 300 വോട്ട് അടിച്ചു ചേർക്കാൻ കൊടുത്തത് ആരാ? കോൺഗ്രസ്. അന്വേഷിച്ചപ്പോഴാണ് അത് നോക്കണം. ഈ തരത്തിൽ പായ്പറ പഞ്ചായത്തിൽ കിടക്കുന്ന യൂത്ത് കോൺഗ്രസുകാർ, UDFന്റെ പ്രവർത്തകർ ഇവിടെ കൊണ്ട് ചേർക്കുകയാണ്. നല്ല വാടക എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു അന്വേഷണം നടത്തി. അവിടെ പരിശോധനയ്ക്ക് പോയ ഉദ്യോഗസ്ഥനാരെന്ന് ഒരു അലിയാർന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അലിയാരോട് പറഞ്ഞേക്കാം, അലിയാർ അവിടെ പരിശോധനയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് ചോദിച്ചു വാങ്ങിയതാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ പറഞ്ഞേക്കാം, ഇത് ഈ കഴിയുമ്പോ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോ ഇതൊക്കെ കൃത്യമായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേര് അല്ലാത്തവർ വ്യാജമായി കടന്നുകൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് പരിശോധിക്കുമെന്ന് കൂടി പറയുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഞാൻ എന്റെ കടമയിൽ കിടക്കുകയാണ്. വിശദമായ കാര്യങ്ങൾ ഇവിടെ ആളുകൾ സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ എന്റെ കടമയിൽ കിടക്കുകയാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ അധ്യക്ഷനായിട്ടുള്ള സഖാവ് KP അലിക്കുഞ്ഞ് സഖാവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ സമരം ഉദ്ഘാടനം CPMന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് പ്രിയപ്പെട്ട സഖാവ് S. സതീഷ് സഖാവ് നേരത്തെ എവിടെ എത്തിയിട്ടുണ്ട്. സഖാവിന്റെ യോഗത്തിലേക്ക് നിങ്ങൾ എല്ലാവരും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമരത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും സഖാവ് PR മുരളീധരൻ, CA2ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. സഖാവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPIയുടെ മണ്ഡലം സെക്രട്ടറി സഖാവ് ജോളി പൊട്ടിക്കനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരള കോൺഗ്രസിന്റെ നേതാവ്
സഖാവ് ഇമ്മാനുവൽ പാലക്കുഴിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPM-ന്റെ ഏരിയ സെക്രട്ടറി സഖാവ് അനീഷ് മാത്യുവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുൻ മുനിസിപ്പൽ ചെയർമാനായ സഖാവ് UR ബാബു, MA സഗീർ, ഉഷാ ശശീന്ദ്രൻ, അതുപോലെ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് R രാകേഷ്, ലോക്കൽ സെക്രട്ടറിമാരായിട്ടുള്ള KG അനിൽകുമാർ, PBH കുമാർ, R രാകേഷ്, വേദിയിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും, ഇബ്രാഹിം കരീം അടക്കമുള്ള മുഴുവൻ സഖാക്കളെയും, MR പ്രഭാകർ അടക്കമുള്ള, അതുപോലെ നവാസ്, CPI-യുടെ നവാസ് അടക്കമുള്ള മുഴുവൻ സഖാക്കളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ പാർട്ടി സഖാക്കളെയും ഇടതുപക്ഷത്തിന്റെ മുഴുവൻ പ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. സഖാക്കളെ, അധ്യക്ഷ പ്രസംഗമൊന്നുമില്ല. കാലാവസ്ഥ മൂലമല്ല, നമ്മുടെ ഘടകന് അത്യാവശ്യ കാര്യമുണ്ട്. ഈ മാർച്ചും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് എസ് സതീശിനെ സ്വാഗതപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമരയോഗത്തിന്റെ അധ്യക്ഷൻ, വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയരായ നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇത്തരത്തിലൊരു സമരം ഇവിടെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയാതെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ച് സ്വാഗതം പറഞ്ഞുകൊണ്ട് സജി ജോർജ് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം UDF-ന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ പൂർത്തീകരിക്കാൻ പോകുമ്പോൾ എന്ത് നേട്ടമാണ് മൂവാറ്റുപുഴയ്ക്കും മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത് എന്ന് ഗൌരവമായ ഒരു പരിശോധനയ്ക്ക് ഈ നാട് തയ്യാറാകണം എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുന്നത്. 5 വർഷക്കാലം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതെ പോയവർ 10 വർഷക്കാലത്തേക്ക് നമ്മളെ പുറകോട്ടടിപ്പിച്ച ഭരണമായി ഈ കാലയളവിലെ ഭരണം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ മൂവാറ്റുപുഴയിൽ കോൺഗ്രസ് MLA ആണ്, UDF-ന്റെ MLA ആണ്, മുനിസിപ്പാലിറ്റി ഇവരുടെ കയ്യിലാണ്. സാധാരണ നിലയിൽ ഭരണം നടക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഭരിക്കുന്ന ഭരണപക്ഷം ഞങ്ങൾക്ക് ആവശ്യത്തിന് പണമോ സഹായമോ തരുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ മൂവാറ്റുകാർക്ക് ആർക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി പണം നൽകിയിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന സ്ഥിതി ഇപ്പൊ ഇല്ല. മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൽ, നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കപ്പെട്ട കാലമാണ് ഈ കാലയളവ് എന്നുള്ളത് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റ് മൂവാറ്റുപുഴ മാത്രമല്ല, രാഷ്ട്രീയം നോക്കാതെ വികസന കാര്യത്തിനകത്ത് 140 മണ്ഡലങ്ങളെയും ഒരുപോലെ പരിഗണിച്ച് വികസന കാര്യങ്ങൾ നടപ്പാക്കാൻ സജ്ജമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് 9 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് നടപ്പാക്കുന്ന പ്രവർത്തന പദ്ധതികൾ സ്വന്തം നാടിന്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ മൂവാറ്റുപുഴയിലെ MLA-യും മൂവാറ്റുപുഴയിലെ മുനിസിപ്പാലിറ്റിയും തയ്യാറായിരുന്നു എങ്കിൽ ഇന്ന് ഈ പഴി, ജനങ്ങളുടെ എതിർപ്പ് നിങ്ങൾക്ക് നേരിടേണ്ട സ്ഥിതി വരുമായിരുന്നില്ല എന്നുള്ളത് കാണുന്നു. അനുവദിക്കപ്പെട്ട തുക പോലും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയാത്തവരായി നിങ്ങൾ മാറുന്നതിന്റെ ചിത്രമല്ലേ കണ്ടത്? അതല്ലേ ഇപ്പൊ ഈ കാണുന്ന ദുരന്തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? എത്ര നാളായി നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ പോകുന്നു? ഒരു മണ്ഡലത്തിന് ഫണ്ട് അനുവദിക്കപ്പെട്ടാൽ, അത് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കിട്ടിയാൽ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്ന ഉത്തരവാദിത്വത്തിന് വേണ്ടിയല്ലേ ഒരു MLA തെരഞ്ഞെടുക്കപ്പെടുന്നത്? നിങ്ങൾ സമീപ പ്രദേശത്തുള്ള MLA-മാരെ നോക്കിക്കോളൂ. ഈ ഞങ്ങളുടെ MLA-മാരെ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ പറയും അത് ഞങ്ങളുടേതാണ്, അതുകൊണ്ട് പ്രത്യേക സൗകര്യം കിട്ടിയതാണെന്ന് പറയും. നിങ്ങൾ തൊടുപുഴ നോക്കിക്കോളൂ. TJ ജോസഫിന്റെ മണ്ഡലം തൊട്ട് ചേർന്നുള്ള സ്ഥലമല്ലേ? വികസന കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് തുടർച്ചയിൽ ഈ സമയത്ത് നടന്ന പ്രവർത്തന പദ്ധതികൾ എങ്ങനെയാണ് സമയബന്ധിതമായി തീർന്നത് എന്ന് നോക്കിക്കോളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? ഒരു ഗവൺമെന്റ് ഒരു നാടിനെ സഹായിക്കാനുള്ള പദ്ധതിക്ക് പണം തരാൻ തയ്യാറായാൽ ആ കിട്ടിയ പണം സമയബന്ധിതമായി ഫലപ്രദമായി വിനിയോഗിക്കാൻ ആവശ്യമാവുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ചലിപ്പിച്ചത് നടപ്പാക്കാനുള്ളതിന്റെ ഉത്തരവാദിത്വം MLA-ക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികൾക്കുമുണ്ട്. അതല്ലേ ശരി?
ആ കടമ നിർവഹിക്കാത്തതിന്റെ പാപഭാരം ഈ നാടിന്റെ ജനതയാകമാനം അഭിമുഖീകരിക്കുന്നതല്ലേ ഇപ്പൊ കാണുന്നത്. കോടിക്കണക്കിന് പണം കിട്ടിയിട്ടും അത് ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയിരിക്കുന്ന സ്ഥിതിയല്ലേ ഉള്ളത്. ഇപ്പൊ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് തന്നെയുള്ള സ്റ്റേഡിയത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചല്ലോ, 42 കോടി രൂപ അല്ലെ, 42 കോടി രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, 1-2 കോടിയാണോ? 42 കോടി രൂപ നമ്മുടെ സ്റ്റേഡിയത്തിന് വേണ്ടി ചെലവഴിക്കാൻ സർക്കാർ അനുവദിച്ചിട്ട് ഇവരെന്ത് ചെയ്യുകയായിരുന്നു ഈ 5 വർഷക്കാലം? എന്താണ് ഇവരെടുത്ത പണി? ഒന്ന് തിരിഞ്ഞു നോക്കി 10 യോഗം വിളിച്ച് അതിന്റെ ബന്ധപ്പെട്ടവരോട് എന്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള ഒരു ഫോളോ അപ്പ് നടത്തി ഒരു സമയബന്ധിതമായി തീർക്കാൻ തീരുമാനിച്ചാൽ ആ പണി പൂർത്തീകരിക്കപ്പെടുമായിരുന്നില്ലേ? ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ്. അഴിമതിയുടെ കൂമ്പാരമായി ഇവർ മാറി. നാടിന്റെ ജനങ്ങളുടെ വികസനമോ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളോ അല്ല ഇവരുടെ പ്രശ്നം. അഴിമതിയുടെ കൂത്തരങ്ങായി ഈ മുനിസിപ്പാലിറ്റി മാറുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി ഈ നഗരത്തിൽ ആദ്യം ദ്രോഹിച്ചത് ഈ നഗരത്തിലെ എറണാകുളം ജില്ലയ്ക്കകത്ത് എറണാകുളം പട്ടണം വിട്ടുകഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമല്ലേ ഈ മൂവാറ്റുപുഴ. ആദ്യ ദ്രോഹം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇവിടെ ഇരിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കളല്ലേ. എത്ര നാളായി ഈ പ്രശ്നത്തിന്റെ ഭാഗമായി വ്യാപാര മേഖല തകരുന്നു. ആ തകർന്ന വ്യാപാരികളെ കൊടിയ ചൂഷണത്തിന് വിധേയമാക്കാൻ കഴിയത്തക്ക വിധത്തിൽ നികുതികൾ അടിച്ചേൽപ്പിക്കുകയും അവർക്ക് പ്രയാസകരമാവുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തത് ഈ കൂട്ടരല്ലേ. ഇവരുടെ ഈ കെടുകാര്യസ്ഥതയുടെ ആദ്യത്തെ ഇരകളായി മാറുന്നത് ഈ നഗരത്തിനകത്തെ ചെറുകിട കച്ചവടക്കാരും പാവപ്പെട്ടവരുമാണ് എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇങ്ങനെ നോക്കിയാൽ ഓരോന്നോരോന്നായി എന്ത് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ റോഡിന്റെ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. നിങ്ങൾ കേരളത്തിലെ റോഡുകൾ നോക്കൂ. PWD റോഡുകളെല്ലാം അതിമനോഹരമായ റോഡുകളായി മാറിയിരിക്കും. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് അനുവദിക്കുന്ന തുകയും സ്വയം അവരുടെ പണവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും വിശേഷിച്ച് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ഗ്രാമീണ റോഡുകളിൽ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിനകത്തെ ഒട്ടുമിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും റോഡുകൾ നല്ല റോഡുകളായി മാറിയ കേരളമാണ് ഈ കേരളം എന്ന് കാണാൻ കഴിയും. എന്നാൽ മൂവാറ്റുപുഴയുടെ അവസ്ഥ എന്താണ്? ഗ്രാമീണ റോഡുകൾ ആകമാനം തകർന്ന് താറുമാറായി കിടക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? നിങ്ങളല്ലാതെ മറ്റാരാണ് ഇതിന്റെ ഉത്തരവാദികൾ? വഴിവിളക്ക് തെളിയാത്തതിന്റെ കാരണം വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? കിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയാതെ കിടക്കുന്നതിന്റെ ഉത്തരവാദി ആരാണ്? പ്രാഥമികമായി നിങ്ങൾ നിർവഹിക്കേണ്ട കടമയല്ലേ? ഇവിടെ മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചല്ലോ. കേരളം മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ കാലയളവ് കൊണ്ട് മാതൃകയായി മാറിയില്ലേ? ഏറ്റവും വലിയ മാലിന്യത്തിന്റെ കൂമ്പാരം ഉണ്ടായിരുന്ന കേരളത്തിന്റെ സ്ഥലങ്ങളിൽ ഒന്ന് കൊച്ചിൻ കോർപ്പറേഷനാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ബ്രഹ്മപുരം തീപിടിച്ചത് നമ്മ കണ്ടതല്ലേ? ബ്രഹ്മപുരത്ത് പതിറ്റാണ്ടുകളായി കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടി തീപിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. തീപിടിച്ചപ്പോ അത് മനോരമ പറഞ്ഞു ഈ മാലിന്യത്തിന്റെ ഉത്തരവാദി ഈ M. അനിൽകുമാർ മേയറാണ് എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തെ ആക്രമിക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നാട്ടിലെ ജനങ്ങളോട്, ആ ബ്രഹ്മപുരത്ത് മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കാൻ തുടങ്ങിയിട്ട് നീണ്ട പതിറ്റാണ്ടുകളായി. കോൺഗ്രസ് തുടർച്ചയായി 10 വർഷം കോർപ്പറേഷൻ ഭരിക്കുകയായിരുന്നു. ഒരു പണിയും ചെയ്യാതെ കുമിഞ്ഞു കൂടി കിടക്കുന്ന മാലിന്യമാണ് കത്തിയിട്ടുള്ളത്. ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോ മുതൽ ആ മാലിന്യം ലഘൂകരിക്കാനും ഇല്ലാതാക്കാനുമുള്ള പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു സംശയവും വേണ്ട, ആ മാറ്റം പ്രകടമായി നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഇപ്പൊ നോക്കൂ, ഏറ്റവും വലിയ മാലിന്യ കൂമ്പാരമായിരുന്ന കൊച്ചിൻ കോർപ്പറേഷൻ, ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരം ഇന്ന് നിങ്ങൾക്ക് പോയാൽ ആ കൂമ്പാരം കാണാൻ കഴിയില്ല. കഴിഞ്ഞ മാസം ആ മാലിന്യ കൂമ്പാരം കിടന്ന പ്രദേശത്തിനകത്താണ് കേരളത്തിന്റെ തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷും മേയറും കൂടി ഉൾപ്പെടെയുള്ള സംഘം അവിടെ ചെന്ന് ആ ഗ്രൗണ്ടിനകത്ത് ക്രിക്കറ്റ് കളിച്ച് ഈ കേരളത്തെ ജനങ്ങളോട് പ്രഖ്യാപിച്ചത് ആ മാലിന്യ കൂമ്പാരം തീർത്തു എന്നും. ഇതാണ് കേരളത്തിന്റെ അനുഭവം. നിങ്ങൾ ഈ നാടിന്റെ മുക്കിലും മൂലയിലും നടന്നു നോക്കിക്കോളൂ. കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് തന്നെ പോകുന്നുള്ളൂ. ഏതെങ്കിലും പ്രദേശത്ത് ലക്ഷക്കണക്കിന് ജനത വന്നു പോകുന്ന നടയല്ലേ? ഏതെങ്കിലും പ്രദേശത്തിനകത്ത് പഴയ കാലത്തെ പോലെ ഒരു വീപ്പയുടെ മുകളിൽ മാലിന്യവും അതിന് ചുറ്റുവട്ടത്ത് കുറെ പട്ടിയും മാലിന്യം കിടക്കുന്ന കാഴ്ച കാണാൻ കഴിയുമോ? പണ്ടൊരു സിനിമയ്ക്കകത്തൊരു സലീം കുമാർ പറയുന്നില്ലേ, കൊച്ചിയെത്തി എന്ന് പറയുന്ന ഒരു ചിത്രമില്ലേ? അത് ആ ദുർഗന്ധം അടിച്ചിട്ടല്ലേ പറയുന്നത്. ഇന്ന് അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് കൊച്ചിക്ക് പോയാൽ കാണാൻ കഴിയും. എന്നാൽ കൊച്ചിക്കകത്ത് പോലും അത് പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നു.
ആ മഹാനഗരത്തിൽ പോലും പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞ മാലിന്യ പ്രശ്നത്തെ പരിഹരിക്കാൻ ഇവിടെ ഈ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ പിടിപ്പുകേടല്ലാതെ മറ്റാരുടേതാണ്? ഈ ഇതിനകത്തിരുന്ന് ഭരണചക്രം തിരിച്ച ഈ UDF-ന്റെയും കോൺഗ്രസിന്റെയും ആളുകൾക്കല്ലാതെ മറ്റാർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം? കേരളത്തിന്റെ ഗവൺമെന്റ് മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും വലിയ മാതൃകാപരമായ സമീപനമല്ലേ സ്വീകരിച്ചത്? ഹരിത കർമ്മസേന ഈ കാലത്തുണ്ടായതല്ലേ? വീടാന്തരം കയറി വന്ന് അവിടെ തന്നെ മാലിന്യം തിരിച്ച് പ്ലാസ്റ്റിക്കും ജൈവ മാലിന്യങ്ങളും രണ്ടാക്കി അതിനെ സമാഹരിച്ച് സംസ്കരിക്കുന്ന പ്രക്രിയ കേരളത്തിലാകമാനം തുടങ്ങിയത് ഈ കാലയളവിലല്ലേ? അതിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിന്റെ പദ്ധതി രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന പട്ടികയിലേക്ക് കേരള സംസ്ഥാനവും കൊച്ചിൻ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളും മാറുന്നത് നമ്മൾ കണ്ടില്ലേ? ഇന്ന് രാജ്യത്തെ ശുചിത്വ നഗരങ്ങളിൽ 50ാമത്തെ സ്ഥാനത്താണ് കൊച്ചിൻ കോർപ്പറേഷൻ. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ ഇരുന്നിരുന്നത് 489ാമത്തെ സ്ഥാനത്താണ് ഈ രാജ്യത്ത്. അവിടെ നിന്നാണ് 50ലേക്ക് വന്നത്. നിങ്ങൾ ഈ സമീപ പ്രദേശത്തുള്ള മുനിസിപ്പാലിറ്റികളെ, പഞ്ചായത്തുകളെ നിങ്ങൾ എടുത്തു നോക്കൂ. കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും എല്ലാം വിപ്ലവകരമായ മാറ്റം ഉണ്ടായപ്പോഴാണ് ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ സർക്കാർ ഓഫീസുകൾ മാലിന്യത്തിന്റെ കൂമ്പാരമായി കിടക്കുന്നു എന്ന് സജീവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇതല്ലേ നമ്മുടെ നാടിന്റെ സ്ഥിതിവിശേഷം? ഇതുപോലെയുള്ള എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇപ്പൊ കയറിക്കിടക്കാൻ വീടില്ലാത്ത എല്ലാവർക്കും വീടുണ്ടാക്കുന്ന നാടല്ലേ നമ്മുടെ കേരളം. ലൈഫ് പദ്ധതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താണ് ഈ മുനിസിപ്പാലിറ്റി എടുത്ത സമീപനം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു നാടിന്റെ വികസന കാര്യത്തിനകത്ത് വലിയ പങ്ക് വഹിക്കാനുണ്ടല്ലോ. കാരണം ജനകീയാസൂത്രണം നടന്ന നാടല്ലേ നമ്മുടെ നാട്. സംസ്ഥാന സർക്കാർ തനിച്ച് നേതൃത്വം കൊടുത്തുകൊണ്ടല്ല വികസന പ്രക്രിയ നടക്കുക. പ്രതിവർഷം ബഡ്ജറ്റിനകത്ത് 15,000 കോടി രൂപ മാറ്റിവെക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ ഒരു നാടിന്റെ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിനോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വികസന പ്രക്രിയ നടപ്പാക്കുന്നത്. ആ വികസന പ്രക്രിയ നടപ്പാക്കുന്നതിലെ മാതൃകകൾ പലതും നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈഫ് പദ്ധതി അല്ലേ? കയറിക്കിടക്കാൻ വീടില്ലാത്ത എല്ലാവർക്കും വീടുണ്ടാകും എന്ന പദ്ധതി. എന്താ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് 5 വർഷം പോകുമ്പോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ മുനിസിപ്പാലിറ്റി അധികാരത്തിലിരിക്കുമ്പോഴാണ് വീടില്ലാത്തവർക്ക്, സ്ഥലമില്ലാത്തവർക്ക് ഫ്ളാറ്റ് പണിയാൻ വേണ്ടി സ്ഥലം കണ്ടെത്തി. ഇല്ലേ? സ്ഥലം കണ്ടെത്തി 50-55 സെന്റ് 56 സെന്റ് സ്ഥലം കണ്ടെത്തി. ഇത് വീടില്ലാത്ത, സ്ഥലമില്ലാത്ത വളരെ പാവപ്പെട്ട ആളുകൾക്ക് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തി കൊടുത്താൽ മതി. സർക്കാർ പണം തരും. സർക്കാരിന്റെ ഉൾപ്പെടെ സഹായത്തോടെ അത് ചെയ്യാൻ കഴിയും. 56 സെന്റ് സ്ഥലം കണ്ടെത്തി ഈ നഗരത്തിനകത്ത് തന്നെ നമ്മുടെ ഭരണം അധികാരത്തിലിരിക്കുന്ന സമയത്ത് നിശ്ചയിച്ചു പോയതാ. ആ സ്ഥലത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഈ 5 വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞോ? പാവങ്ങൾക്ക് വീട് വെട്ടുമായിരുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ജില്ലയിലെ തന്നെ പഞ്ചായത്തുകൾ എത്രണ്ണം ചൂണ്ടിക്കാണിക്കാനുണ്ട്? ഇപ്പൊ നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രധാനപ്പെട്ട പഞ്ചായത്താണല്ലോ ജില്ലയില്. ലൈഫ് പദ്ധതിയുടെ ഫ്ളാറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവാണ്. ഒരു സ്വകാര്യ വ്യക്തിയാണ് സ്ഥലം നൽകിയത്. അദ്ദേഹം പറഞ്ഞു, പഞ്ചായത്തിനോട് ഗവൺമെന്റിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു ഫ്ളാറ്റ് നിർമ്മിച്ചാൽ ഇതിനോട് ചേർന്ന് ഞാൻ എന്റെ ഭൂമിയിൽ തന്നെ ഞാനും ഒരു ഫ്ളാറ്റ് നിർമ്മിച്ചു തരാം, ഒരു ഫ്ളാറ്റ് കൂടി അഡീഷണൽ നിർമ്മിച്ചു തരാം എന്ന് പറഞ്ഞാണ് ഓഫർ നൽകിയത്. ആ പഞ്ചായത്ത് കൃത്യമായി അതിന്റെ അകത്ത് ഇടപെട്ടു. പി രാജീവാണ് അതിന്റെ തറക്കല്ലിടാൻ വരുന്നത്, നമ്മുടെ വ്യവസായ മന്ത്രി. ആ വേദിയിൽ വെച്ച് വ്യവസായ മന്ത്രി ചോദിച്ചു, എത്ര ദിവസം കൊണ്ടാണ് തീരാൻ പോകുന്നത്? പണിയെടുത്തിട്ടുള്ളത് ഊരാളുങ്കലാണ്. ഊരാളുങ്കലിന്റെ പ്രതിനിധി അവിടെ ഇരിക്കുന്നുണ്ട്. എത്ര ദിവസം കൊണ്ടാണ് തീരാൻ പോകുന്നത്? അതിന്റെ സമയം അവിടെ പരസ്യമായി പ്രഖ്യാപിച്ചു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്ന് പൂർത്തീകരിക്കുന്ന മാതൃക നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. വീടില്ലാത്ത, സ്ഥലമില്ലാത്ത പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ബൃഹത്തായ പദ്ധതി അത് നടപ്പാക്കുന്നു. ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു. ആരോഗ്യ മേഖലയിൽ കേരളം ഒന്നാമതായി മാറിയില്ലേ? ലോകത്തിന് മാതൃകയായി കേരളം മാറിയില്ലേ? നമ്മുടെ ജനറൽ ആശുപത്രികൾ മാത്രമല്ല, മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ മാറിയ ഘട്ടത്തിൽ നാണമാവൂലേ ഈ മുനിസിപ്പാലിറ്റിക്കും മൂവാറ്റുപുഴയുടെ MLAക്കും 35 ലക്ഷം രൂപയുടെ ട്രാൻസ്ഫോമർ വാങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഗൈനക്കോളജി ഓപ്പറേഷൻ തിയേറ്റർ തുറക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ നാണമാവില്ലേ നിങ്ങൾക്ക്?
നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ. ദാ ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിച്ചാൽ പണം സമാഹരിച്ചാൽ നടപ്പാക്കും. എന്താ സംശയം? പൊതിച്ചോറ് കെട്ടിക്കൊടുക്കുന്ന ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനയുണ്ട്. ആക്രി പറക്കി ഒരു നാടിന്റെ അതിജീവന പ്രവർത്തനത്തിന് വേണ്ടി 20 കോടി രൂപ കേരളത്തിന്റെ ഖജനാവിലേക്ക് അടച്ച ചരിത്രമുള്ള പ്രസ്ഥാനം ഇവിടെയുണ്ട്. നിങ്ങൾക്കപ്പോ 35 ലക്ഷം രൂപ ഒരു MLA ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ ആശുപത്രിയുടെ കാര്യം ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനെല്ലാമാണ് കെടുകാര്യസ്ഥത എന്ന് പറയുന്നത്. എന്തിനു പറയുന്നു? ഒരു പൊതു ശ്മശാനം പോലും, അത് മൂവാറ്റക്കാർക്ക് മാത്രമായിട്ടുള്ള സഹായമായിരുന്നില്ല. ഈ കോതമംഗലത്ത് ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശത്തും ഇപ്പൊ കോതമംഗലം മുനിസിപ്പാലിറ്റി അതിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റി കോൺഗ്രസ് അവിടെ സ്ഥിരം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ നടപ്പാക്കില്ലാതെ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നടപ്പാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ളവർക്ക് ഇനി ഇങ്ങോട്ട് വരണ്ട. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നതോ മാതൃകാപരമായി ഉണ്ടായിരുന്നത് എത്രയോ ആളുകൾക്ക് ആശ്രയ കേന്ദ്രമായിരുന്നു. അതിനെയെല്ലാം തകർന്ന് തരിപ്പണമാക്കുന്ന നിലയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന സമീപനമല്ലേ ഉണ്ടായത്. ഈ പ്രധാനപ്പെട്ട നഗരത്തിനകത്തിന്റെ ഷീലോഡ്ജിന്റെ കാര്യം പറഞ്ഞു. 5 വർഷമായില്ലേ അതിന്റെ പണി പൂർത്തീകരിച്ച് കിടക്കുന്നു. അത് പ്രവർത്തിപ്പിച്ചാ പോരെ? പണി പൂർത്തീകരിച്ച് കിടന്നിട്ട് 5 വർഷമായില്ലേ, അത് പ്രവർത്തിപ്പിച്ചാ പോരെ? ഒരു മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തകർക്ക്, അതിന്റെ ഭരണകർത്താക്കൾക്ക് പണി പൂർത്തീകരിച്ച് കിടക്കുന്ന ഷീലോഡ്ജ് അങ്ങനെ പണി പൂർത്തീകരിച്ചിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. അത് പ്രവർത്തിപ്പിക്കാൻ പോലും കഴിയില്ലെങ്കിൽ എന്തിനു കൊള്ളാവുമാരെ കൊണ്ട്? എന്തിനു കൊള്ളാം? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സൂചിപ്പിച്ചത് 5 വർഷമല്ല, 10 വർഷം മൂവാറ്റുപുഴയെ പുറകോട്ട് തിരിച്ചടിച്ചവരാണ് ഈ കൂട്ടർ എന്നുള്ളത് കാണണം. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ കാലയളവിലുണ്ടായ തെറ്റ് തിരുത്തുക എന്ന കടമ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഞങ്ങൾ ജനാധിപത്യ സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ആ തെറ്റ് നമുക്ക് തിരുത്താൻ കഴിയണം. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിക്ക് ഒരു ചരിത്രമുണ്ട്. അതിവേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നാടുമാണ്. ആ നാട് അതിനനുസരിച്ചുള്ള വേഗത കൈവരിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു സംശയവും വേണ്ട, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ കേരളത്തിലാകമാനം ഉണ്ടാക്കുന്ന വികസന പ്രക്രിയ അതേ രൂപത്തിൽ തുടരാൻ കഴിയത്തക്ക വിധത്തിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ UDF-ന്റെ ഭരണം അവസാനിപ്പിച്ച് ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റാൻ ഈ നാടിന്റെ ജനത സന്നദ്ധമാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ മഴയത്തും ഇത്രേ ആളുകൾ ഈ ചേറിലൂടെ നടന്ന് പ്രകടനം നടത്തി ഈ UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ മുന്നിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ മൂവാറ്റുപുഴയിലെ പൗരാവലി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളെ ചവിട്ടി പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് എന്ന് കണ്ടുകൊണ്ട് അതിന് ഈ നാട് സജ്ജായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്? എവിടെയെന്ന് കോൺഗ്രസ് നിൽക്കുന്നത്? കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 2016 മുതൽ 2025 വരെ നമ്മുടെ 9 വർഷക്കാലം പൂർത്തീകരിച്ച ഗവൺമെന്റ് എത്ര മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്തു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയം നോക്കാതെ നാടിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനം, ഇതല്ലേ നമ്മൾ മുമ്പോട്ട് വെച്ച കാഴ്ചപ്പാട്. അതിന്റെ ഭാഗമായിട്ടല്ലേ എല്ലാവർക്കും വീട്, ആരോഗ്യത്തിന്റെ സംരക്ഷണം, 5000 കോടി രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ സ്കൂളുകളെല്ലാം സ്മാർട്ട് സ്കൂളുകളായത്. ഇന്ന് പത്രത്തിലൊരു വാർത്തയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എന്താ വാർത്ത എന്നോ? രാജ്യത്തിന്റെ കണക്കെടുത്തവരുള്ള വാർത്ത പറഞ്ഞപ്പോ പറഞ്ഞു, ഈ കേരളത്തിനകത്തെ പകുതിയിലേറെ 50% കുട്ടികൾ, മലയാളി കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്കൂള് കേരളത്തിന്റെ സർക്കാർ വിദ്യാലയമാണ് എന്ന് പറഞ്ഞ മാറ്റം ഈ കേരളത്തിനകത്തുണ്ടായി. സ്കൂളുകൾ അടച്ചുപൂട്ടിയ കേരളമല്ലേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്? അടച്ചുപൂട്ടിയതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്? സ്കൂളിലെ അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതിന്റെ ചരിത്രമല്ലേ നമ്മൾ ആ കാലയളവ് കേട്ടുകൊണ്ടിരുന്നത്? കോൺഗ്രസും BJP-യും പറയുന്നത് വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ മുതൽ മുടക്കണ്ട എന്നല്ലേ? ആ പറയുന്നവർക്കെതിരായി ബദൽ രാഷ്ട്രീയത്തെ ഉയർത്തുന്ന ഇടതുപക്ഷം കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് കോടാനുകോടി രൂപ, 5000 കോടി രൂപയിലേറെ നമ്മുടെ ഖജനാവിൽ നിന്ന് നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലേക്ക് മാറ്റി. അതെല്ലാം സ്മാർട്ട് സ്കൂളുകളായി മാറി. കേരളത്തിൽ വന്ന മാറ്റം 7000-8000 കോടി രൂപയാണ് കേരളത്തിന്റെ ഖജനാവിൽ നിന്നും ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിയത്. ലോകത്തിന് അത്ഭുതമായി കേരളത്തിന്റെ ആരോഗ്യ മേഖല മാറി. ഞാൻ സൂചിപ്പിക്കട്ടെ, പ്രായമായവരെ ചികിത്സിക്കാൻ വേണ്ടി മാസത്തിൽ നിങ്ങളുടെ വീടിന്റെ സമീപ പ്രദേശത്തേക്ക് ഡോക്ടറും നഴ്സും മരുന്നും എത്തിച്ചേരുന്ന ലോകത്തിലെ ഏക കേന്ദ്രത്തിന്റെ പേരാണ് ഈ കേരളം എന്ന് കാണാൻ കഴിയും. അതാണ് കേരളത്തിന്റെ മാറ്റം, ആരോഗ്യ മേഖലയുടെ മാറ്റം. ഞാൻ മഴ വരുന്നത് കൊണ്ടും ഈ കാലാവസ്ഥ മോശം കൊണ്ടും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. 60 ലക്ഷം പേര് 1600 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ? നിങ്ങളൊന്ന് പറയൂ. ഞങ്ങൾ ചോദിക്കുകയാണ്. ദാപ്പ ഓണത്തിന്റെ ഭാഗമായി കുടിശ്ശിക എല്ലാം കൊടുക്കാനല്ലേ? തീർന്നു, കുടിശ്ശിക തീർന്നു, ഇനി കുടിശ്ശികയില്ല.
കുടിശ്ശിക വന്നത് കേന്ദ്ര സർക്കാർ BJP നമ്മുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ആവശ്യമായ സമീപനം എടുത്തപ്പോഴാണ് നമുക്ക് കുടിശ്ശിക വന്നത്. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, നമുക്ക് അർഹതപ്പെട്ട പണം നമുക്ക് തരാതിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ഇവർ ഈ ചതി ഇനിയും ചെയ്യും. അതുകൊണ്ട് ആ ചതി വന്നാലും പാവപ്പെട്ടവർക്ക് നൽകുന്ന ഒരാനുകൂല്യങ്ങളും തടസ്സപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മറ്റെന്തു മാറ്റിവെച്ചാലും പാവങ്ങൾക്ക് നമ്മൾ നിശ്ചയിച്ചത് കൃത്യമായി അവരുടെ കൈകളിൽ എത്തിക്കാൻ ആവശ്യമായ ജാഗ്രത ഞങ്ങൾ എടുക്കും. കുടിശ്ശിക ഞങ്ങൾ കൊടുത്തു തീർക്കും. ഓരോ മാസവും ക്ഷേമ പെൻഷൻ അവരുടെ കൈകളിലെത്തും എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ് എന്ന് കണ്ടോണം. പറഞ്ഞ കാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി, പറഞ്ഞ കാര്യം ചെയ്യുന്ന മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ദാ കുടിശ്ശിക തീർത്തു, ക്ഷേമ പെൻഷൻ കൈകളിലെത്തുന്നു. പ്രിയപ്പെട്ടവരെ, കേന്ദ്ര സർക്കാർ ഏത് സമീപനം സ്വീകരിച്ചാലും ഈ നാടിന്റെ ജനതയോട് നമ്മൾ നൽകിയ ഒരു വാക്കുണ്ട്. കേന്ദ്ര സർക്കാർ നമുക്ക് അർഹതപ്പെട്ട പണം തന്നില്ല എങ്കിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തി, ഇവിടുത്തെ വ്യവസായിക മേഖലകളെ ഉൾപ്പെടെ ശക്തിപ്പെടുത്തി, കേരളത്തിന്റെ സമ്പത്ത് ഉൽപാദന പ്രക്രിയയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന പ്രാപ്തിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ തനത് വരുമാനത്തിന്റെ ആ വരുമാനത്തെ ഉപയോഗപ്പെടുത്തി 70% ചെലവ് നിർവഹിക്കുന്ന കേരളമായി ഈ 10 വർഷക്കാലം കൊണ്ട് നമുക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അർഹതപ്പെട്ടത് തന്നില്ലെങ്കിലും സാമ്പത്തികമായി ശക്തിയുള്ള രൂപത്തിലേക്ക് മാറാനുള്ള പരിശ്രമത്തിന് നല്ല വേഗത കേരളത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു സംശയവും വേണ്ട, ആ പുരോഗതിയുടെ ഭാഗമായി കേരളം മുന്നോട്ട് പോകുമ്പോ ഇന്ന് നിങ്ങളുടെ കൈകളിലെത്തുന്ന 1600 രൂപയല്ല, നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോട് വാഗ്ദാനം ചെയ്ത പോലെ, ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത പോലെ അത് ഉയർത്തി 2500 ആക്കി എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യമെന്ന് കാണണം, ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് കാണണം. പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് അവരുടെ കൈകളിലെത്തിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുന്നു. ഈ രൂപത്തിൽ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് 9 വർഷക്കാലത്തെ നമ്മുടെ കേരളത്തിന്റെ ഗവൺമെന്റ് കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് വികസന പ്രക്രിയ കേരളം കണ്ടത്. ദേശീയപാത വികസനം ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞിടത്തല്ലേ ദേശീയപാത വികസനം നടന്നത്. ദേശീയപാത വികസനം നടന്നപ്പോ കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളോട് സ്വീകരിച്ച സമീപനമല്ലല്ലോ നമ്മളോട് സ്വീകരിച്ചത്. നമ്മൾ പൈസ കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോ 5500 കോടി രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്നും കേന്ദ്ര നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കടത്തുകൊണ്ടാണ് നമ്മുടെ ദേശീയപാത യാഥാർത്ഥ്യമായത്. കേരളത്തിൽ നിന്ന് അരമണിക്കൂർ പവർ കട്ട് പോയിട്ട് 10 മിനിറ്റ് പവർ കട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തായിരുന്നു? നിങ്ങൾ ഓർക്കണം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തായിരുന്നു? 2-3 മണിക്കൂറുകൾ പവർ കട്ടായിരുന്ന, വ്യവസായിക മേഖലകൾ തകർന്ന, നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾ പ്രതിസന്ധിയിലായ ആ വൈദ്യുത പ്രതിസന്ധി ഇന്ന് കേരളത്തിലുണ്ടോ? കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഇല്ല. ഒരു നിമിഷവും കറണ്ട് പോകാത്ത കേരളമായി ഈ കേരളത്തെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ നാടായി നാട് മാറിയില്ലേ? ഉമ്മൻചാണ്ടി പൂട്ടിപ്പോയി എന്ന് പറഞ്ഞ ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമായ നാടായി ഈ നാട് മാറിയില്ലേ? നോക്കൂ, നമ്മുടെ നാടിന്റെ കൂടി വികസന നേട്ടങ്ങളിലേക്ക് വരുന്ന ശബരി റെയിൽവേ കേരളത്തിന്റെ ഗവൺമെന്റ് അല്ല, യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നിർവഹിക്കേണ്ടതാണ്. നമ്മൾ ഈ ശബരി റെയിൽവേ തുടങ്ങുമ്പോഴുള്ള നിയമാനുസൃതത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പൂർണ്ണമായ തുകയും കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടതാണ്. എന്നാൽ അവർ ആ കാഴ്ചപ്പാടിൽ നിന്നും പിന്നോട്ട് പോയി സംസ്ഥാനത്തിന്റെ തലയിൽ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴും അതിനോട് നമ്മളെടുത്ത സമീപനം എന്താണ്? കിഫ്ബിയിൽ നിന്നും പണം അനുവദിച്ചുകൊണ്ട് ഈ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള സമീപനം സ്വീകരിച്ച് മൂവാറ്റുപുഴയ്ക്കും കോതമംഗലത്തിനും ഈ മലയോര പ്രദേശത്തിനകത്തുൾപ്പെടെ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയത്തക്ക വിധത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോയതും ഈ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്, ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് എന്നുള്ളത് കാണാൻ കഴിയും. ഇങ്ങനെ നാടിന്റെ സമഗ്രമായ ഏത് വികസനവും, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ഏതെടുത്തു നോക്കിക്കോളൂ, ഏത് വികസനവും യാഥാർത്ഥ്യമാക്കിയ കാലമാണ് ഈ കഴിഞ്ഞ 9 വർഷക്കാലം എന്നുള്ളത് കാണാം. ആ വികസന കുതിപ്പിനോടൊപ്പം കുതിക്കണമായിരുന്നു ഈ മൂവാറ്റുപുഴ. കുതിക്കാൻ കഴിയാതെ പോയത് ഇവിടെ നിർഭാഗ്യവശാൽ ഒരു UDFന്റെ MLA ഉണ്ടായി പോയി. നിർഭാഗ്യവശാൽ ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണം UDFന്റെ കയ്യിലായി പോയി. യഥാർത്ഥത്തിൽ അതുണ്ടായിരുന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് വലിയ കുതിപ്പിലേക്ക് നമുക്ക് എത്തപ്പെടാൻ കഴിയുമായിരുന്നു. ആ നഷ്ടപ്പെട്ടു പോയ കാലത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ നാടിന്റെ വികസന പ്രക്രിയയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ ഇവർക്കെതിരായി ജനം എന്ന് മനസ്സിലാക്കിയപ്പോ ഇവർ അടുത്ത പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, വ്യാജമായി വോട്ട് ചേർക്കുന്ന പണി, അല്ലേ? അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥര്, അല്ലേ?
ഞങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അന്തസ്സോടെ ജനാധിപത്യ സമൂഹത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയണം. ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞു വാ, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ തോക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന വാർഡുകളിലേക്ക് പുറത്ത് പഞ്ചായത്തിൽ നിന്നുള്ള ആളുകളുടെ വോട്ട് കൊണ്ടുവന്ന് കൊടുത്ത് അവിടെ കൃത്രിമമായി ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കിയല്ലേ? ഇത് RSSന്റെ ബുദ്ധിയല്ലേ? ഇത് രാജ്യത്താകമാനം ചെയ്തത് RSSും BJP അല്ലേ? അതിൽ നിന്ന് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പണി ചെയ്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ യഥാർത്ഥ ജനവിധിയെ അട്ടിമറിക്കാനുള്ള പരിശ്രമം നടത്താനാണ് കോൺഗ്രസ് കരുതുന്നതെങ്കിൽ അങ്ങനെ പൊട്ടന്മാരല്ല മൂവാറ്റുപുഴയിലെ ജനത എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ജനവിധി ഈ നാടിന്റെ ജനത നൽകും. ഇനി കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് ചില ഉദ്യോഗസ്ഥന്മാർ എല്ലാ നെറുകേടുകൾക്കും കൂട്ടുനിന്നുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ വരുന്നതാണ്. ഞങ്ങൾ എണ്ണി എടുക്കും. നീ പോയി പരിശോധന നടത്തി അവിടെ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിലേക്ക് വച്ച പരിശോധകൻ നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് ഞങ്ങൾക്കറിയാം, ഈ നാടിനറിയാം. ആ പരിശോധന നടത്തിയപ്പോ കൃത്രിമമായ ഏതെങ്കിലും വോട്ട് നിന്റെ പരിശോധനയുടെ ഭാഗമായി കുത്തിക്കയറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചെവിയിൽ നുള്ളി വച്ചോ. ആ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറയുന്നു, ഇത് പിണറായി ഭരിക്കുന്ന കേരളമാണ്, മറന്നുപോകണ്ട. അതുകൊണ്ട് ആ വക വേഷം കെട്ടിനൊന്നും നിൽക്കണ്ട. ആ വക നേരെ നിയമത്തിന് ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഔദാര്യവും വേണ്ട. ഞങ്ങൾക്ക് ഈ നാടിന്റെ ജനതയുടെ പിന്തുണയുണ്ട്, ഈ ജനങ്ങളുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയും. അവർ സ്വീകരിക്കുമെങ്കിൽ സ്വീകരിക്കട്ടെ, തമസ്കരിക്കുമെങ്കിൽ തമസ്കരിക്കട്ടെ. ഞങ്ങൾക്ക് നേരിട്ട് ജനങ്ങളോടാണ് പറയാനുള്ളത്. വളഞ്ഞ വഴിയിലൂടെ നടന്ന് ജനവിധിയെ അട്ടിമറിക്കാൻ തീരുമാനിച്ചാൽ അത് നടപ്പാക്കി തരുമെന്ന് കരുതരുത്. അതാണ് സൂചിപ്പിച്ചു വയ്ക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ തെറ്റായ പ്രവണതകളെ ചെറുക്കാൻ കഴിയണം. ഇതാണ് കോൺഗ്രസ് ഇന്ന്. മൂവാറ്റുപുഴയിലെ മാത്രമല്ല, മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ, VD സതീശന്റെ നേതൃത്വത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പുതിയ കൾച്ചർ ഉണ്ടാക്കിയത് ഇതാണ് കേരളത്തിനുണ്ടായത്. അതിൽ VT ബൽറാമിനെ കാണാം, അതുപോലെ ഷാബി പറമ്പിനെ കാണാം. നിങ്ങൾ നോക്കൂ, പുതിയ കാലത്തെ കോൺഗ്രസിന്റെ സംസ്കാരമാണ്. അതല്ലേ ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? നമ്മെ കാണുമല്ലേ? ഈ യോഗത്തിൽ പ്രസംഗിക്കാൻ തന്നെ നാണോ? അതല്ലേ അവസ്ഥ. ഈ കേരളത്തിന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സ്ത്രീകളെ മോശമായി പെരുമാറിയത്, അവരെ ആക്ഷേപിച്ചത്, ഇങ്ങനെയുള്ള നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. തൊട്ടപ്പുറം പോയ പെരുമ്പാവൂർ മണ്ഡലത്തിൽ ഒരു MLA ഉണ്ട്, കോൺഗ്രസിന്റെ UDFന്റെ MLA ആണ്, മൂവാറ്റക്കാരൻ കൂടിയാണ് അല്ലേ? അയാളുടെ പേര് കേസുണ്ട്. നിങ്ങൾക്കറിയാലോ, സ്ത്രീയോട് മോശമായി പെരുമാറിയതിന്റെ കേസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അങ്ങനെ പലരുടെ പേരിലുണ്ട്. തിരുവനന്തപുരത്ത് ഒരു MLA, UDFന്റെ കോൺഗ്രസിന്റെ തന്നെ MLA, ഇതിന്റെ പേര് ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുകേഷിനെതിരെയും ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുകേഷിനെതിരെയും ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അന്ന് നിയമപരമായി തന്നെ നേരിടുമെന്ന കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ച ആള് തമിഴ്നാട്ടിൽ ജയിലിനകത്താണ്. അദ്ദേഹത്തിന് ആക്ഷേപം ഉന്നയിച്ച ആൾ അത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ അവിടെ തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കാൻ എന്ന പേരിലാണ്. ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ആക്ഷേപങ്ങളോടൊപ്പമാണോ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന പ്രശ്നങ്ങൾ? ഇപ്പൊ അതിനോട് താരതമ്യം ചെയ്ത് ലഘൂകരിക്കാനല്ലേ ശ്രമം നടത്തുന്നത്? ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇതല്ലേ കോൺഗ്രസ്? എന്ത് ശക്തമായ നിലപാട്? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്താണ്? പെൺകുട്ടികളോട് പ്രണയം നടിക്കുക. ആ പ്രണയം നടിച്ചെത്തുന്ന പെൺകുട്ടികളെ ശാരീരികമായി ചൂഷണം ചെയ്യുക, അവരെ ലൈംഗികമായി ചൂഷണത്തിന് വിധേയമാക്കുക, പല കുട്ടികളും ഗർഭിണികളാകുക, ആ ഗർഭിണിയായ കുട്ടിയുടെ ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുക. ഇതെല്ലാമല്ലേ ഈ കഴിഞ്ഞ 3-4 ദിവസമായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു യുവജന നേതാവിൽ നിന്നും അല്ലേ? ഞാൻ ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. PR മുരളീധരൻ SFIയുടെ സംസ്ഥാന ഭാരവാഹി സെക്രട്ടറി ആയിരുന്ന ആളാണ്. അങ്ങനെ എത്രയോ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ സമാരാധ്യരായ നേതാക്കന്മാർ എല്ലാ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഏതെങ്കിലും യുവജന സംഘടനയുടെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ ആയിക്കൊള്ളട്ടെ, ഇതിനു മുമ്പെയുള്ള ആരുടെങ്കിലും പേരിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ടോ? ഇതൊരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയല്ല, പെൺകുട്ടികളെ ചതിക്കുക,
അതൊരു കുട്ടിയോടല്ല, നിരവധി കുട്ടികളെ ചതിക്കുക, അവരെ ലൈംഗികമായി ഉപയോഗിക്കുക, അവരെ ഗർഭിണികളാക്കുക, എന്നിട്ട് ഗർഭചിത്രം വരുത്താൻ വേണ്ടി നിർബന്ധിക്കുക. ആ പെൺകുട്ടിയുടെ വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ടില്ലേ? അവൾ കുട്ടി പറയുന്നത് കണ്ടില്ലേ? അവളുടെ സ്ത്രീ, അവളുടെ അമ്മ, അവളുടെ വികാരം, അതെല്ലാ കുട്ടിയാ പറയുന്നതിനകത്തില്ലേ? ആ കുട്ടി പറഞ്ഞു, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല, എന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ വളർത്തിക്കോളാം, നിങ്ങൾക്കൊരു പ്രയാസവും തടസ്സവും ഉണ്ടാവില്ല. അതുവരെ പറഞ്ഞു. ഈ ഭൂമിയോളം താഴുക എന്നൊക്കെ പറയില്ലേ, അതിനേക്കാൾ താഴ്ന്നതുകൊണ്ട് ഒരു സ്ത്രീ പറയുകയാണ്, ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടി പറയുകയാണ്, നിങ്ങൾ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പറയണ്ട, ആ കുഞ്ഞിനോടുള്ള സ്നേഹം, എന്റെ മാതൃസ്നേഹം എന്റെ മനസ്സിലുണ്ട്, നിങ്ങൾക്കൊരു തടസ്സവും ഉണ്ടാകില്ല, ഞാൻ ആ കുഞ്ഞിനെ പോറ്റിക്കോളാം. അപ്പൊ ഈ ദുഷ്ടൻ തിരിച്ചു ചോദിക്കുകയാണ്, നാളെ ആ കൊച്ചിന്റെ തന്തയാരെന്ന് ചോദിച്ചാൽ നീ ആരുടെ പറയും? അപ്പൊ ആ കുട്ടി തിരിച്ചു മറുപടി, നിന്നെ പറയും, അതല്ലാണ്ട് ആരെ പറയും? തിരിച്ച് ആ കുട്ടി പറയുകയാണ്, നിന്നെ തന്നെ പറയും. എന്നാൽ നിനക്കൊരു തടസ്സവും ഉണ്ടാവില്ല, ആ കുട്ടി വീണ്ടും പറയുകയാണ്. അപ്പൊ ഈ ദുഷ്ടൻ അടുത്ത് പറയുകയാണ്, അങ്ങനെ വന്നാൽ അതെന്റെ രാഷ്ട്രീയ ജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കും. എത്ര ക്രൂരമാകുന്നു നേതാക്കന്മാർ, എത്ര ക്രൂരമാകുന്നു നമ്മുടെ സമൂഹം. ഇതെന്ത് രാഷ്ട്രീയ സംസ്കാരമാണ്? ഇതല്ലേ കോൺഗ്രസിൽ എത്തപ്പെട്ട് നിൽക്കുന്നത്? ഇതല്ലേ കോൺഗ്രസിൽ എത്തപ്പെട്ട് നിൽക്കുന്നത്? എന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും, അതുകൊണ്ട് കൊല്ലണമെന്ന് ആവശ്യപ്പെടുകയാണ്. അടുത്ത വോയിസ് മെസ്സേജ് വന്നപ്പോ അതിനേക്കാൾ തീവ്രം. എന്താണ് പറയുന്നത്? ഈ പെൺകുട്ടിയോട് പറയുകയാണ്, നിന്നെ കൊന്നുകളയാൻ എനിക്ക് നിമിഷ സമയം മതി എന്ന്. ആ പെൺകുട്ടിയെ തന്നെ കൊല്ലാൻ. അപ്പൊ ആ കുട്ടി തിരിച്ചു പറയാണ്, ഞാൻ ഭയപ്പെടുന്നു, എന്തെങ്കിലും കലക്കി തന്ന് നിങ്ങൾ എന്നെ കൊല്ലുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ പെൺകുട്ടി തിരിച്ചു പറയുകയാണ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായ സ്ത്രീകൾക്ക് നേരെ മോശമായി ഉണ്ടായതിനെ എല്ലാം നിങ്ങൾ പരിശോധിക്കൂ. അതും ഇതും താരതമ്യം ചെയ്യാൻ കഴിയുന്നതാണോ? രണ്ടും താരതമ്യം ചെയ്യാൻ കഴിയില്ല, രണ്ടും എതിര് തന്നെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഭീകരത ഇവിടെ കാണാൻ കഴിയും. ഇവിടെ പെൺകുട്ടികളോടുള്ള മോശമായ പെരുമാറല്ല, കുഞ്ഞിനെ കൊല്ലാനുള്ള കൊലപാതകത്തിന്റെ രൂപം. നിന്നെ കൊല്ലുമെന്ന കൊലപാതകിയായി മാറുന്നു. ഇയാൾ നമ്പർ 1 ക്രിമിനൽ അല്ലേ? അല്ലേ? ഒന്നാം തരം ക്രിമിനൽ അല്ലേ? മലയാളിക്ക് എന്താ സംശയം ഇപ്പോ ആ കാര്യത്തിനകത്ത്? ഒന്നാം തരം ക്രിമിനലിന്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുകയും വളർത്തുകയും വളർത്തി ഈ രൂപത്തിലാക്കുകയും ചെയ്തതാരാ? ഈ കോൺഗ്രസ് അല്ലേ? ഈ കോൺഗ്രസിന്റെ പുതിയ സംസ്കാരമല്ലേ? അതല്ലേ ഈ നാട് ആലോചിക്കേണ്ടത്. റിനി എന്ന് പറയുന്ന മീഡിയ പ്രവർത്തക, യുവ നടി, അവരാണല്ലോ ആദ്യം പറഞ്ഞത്. അവർ പറഞ്ഞതിനകത്ത് എന്തു പറഞ്ഞു? എനിക്ക് 2-2.5 വർഷക്കാലങ്ങൾക്ക് മുമ്പേ ഈ ചെറുപ്പക്കാരനിൽ നിന്നും ദുരനുഭവം ഉണ്ടായി. അവരുൾപ്പെടെ പറഞ്ഞ കാര്യം എന്താ? ആദ്യമായി ഇയാളെ പരിചയപ്പെട്ട ദിവസം തന്നെ ഇവരോട് മോശമായ ആവശ്യം ചോദിച്ചു. എന്തോ മനോവൈകൃതമുണ്ട് ഇയാൾക്ക്. ഇയാളെ ചികിത്സിക്കേണ്ട കക്ഷിയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ട ആദ്യ നിമിഷങ്ങളിൽ തന്നെ അവളോട് ലൈംഗിക ചുവയോട് പറയുകയും അവളോട് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമായ ക്രിമിനൽ വാസന അയാളുടെ അകത്തുണ്ട്. അതല്ലേ കാണിക്കുന്നത്? ആ പെൺകുട്ടി പറഞ്ഞു, പരിചയപ്പെട്ട ആദ്യ നിമിഷം തന്നെ ഈ തെറ്റായ മെസ്സേജുകൾ എന്നോട് ഈ വർത്തമാനം പറയാൻ തുടങ്ങി. ഞാൻ തിരിച്ചു പറഞ്ഞു, എന്നോട് ഇത് മേലാൽ ആവർത്തിക്കരുത്, മേലാൽ ഇങ്ങനെ പറയരുത്. ആ പെൺകുട്ടി പറഞ്ഞു. വീണ്ടും അത് ആവർത്തിച്ചു, വീണ്ടും മെസ്സേജ് വിട്ടു. അന്നേരം ആ കുട്ടി പറഞ്ഞു, നീ ഇത് ആവർത്തിച്ചാൽ കോൺഗ്രസിന്റെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരോട് ഞാൻ ഇതിൽ പരാതി പറയും. കാരണം ഞാനൊരു KSUക്കാരിയാണ്, ഞാനൊരു യൂത്ത് കോൺഗ്രസുകാരിയാണ്, ഞാൻ പറവൂരിലെ സാംസ്കാരിക പ്രവർത്തനത്തിനകത്ത് ഉൾപ്പെടെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായി നിൽക്കുന്നയാളാണ്. VD സതീശൻ എനിക്ക് പിതൃതുല്യനാണ്. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ സതീശനോട് ഉൾപ്പെടെ പരാതി പറയും. അപ്പൊ എന്താ ഈ പെൺകുട്ടി പറഞ്ഞതെന്നോ? നീ പോയി പറയടി എന്നാണ് ഈ രാഹുല് ആ പെൺകുട്ടിയോട് പറയണം. നീ പോയി പറയാ, എനിക്കൊരു പേടിയില്ല. എവിടുന്ന് കിട്ടുന്നു ഇവർക്ക് ഈ ധൈര്യം ഇങ്ങനെ പറയാൻ? നീ ആരോട് വേണമെങ്കിലും പരാതി പറഞ്ഞുകൊള്ളൂ, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയാൻ ഈ യുവജന നേതാക്കന്മാർക്ക് എവിടെ നിന്നാണ് ആ ധൈര്യം കിട്ടുന്നത്? ആരാണ് ആ ധൈര്യം പകർന്നു കൊടുക്കുന്നത്? എന്നിട്ട് റിനി എന്ന പെൺകുട്ടി വീണ്ടും പറഞ്ഞു, ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട്, ഞാൻ പുതൃതുല്യനായി കാണുന്ന, കുഞ്ഞുകാലം മുതൽ എനിക്ക് പരിചയമുള്ള, എന്റെ ബർത്ത്ഡേക്ക് എന്റെ വീട്ടിൽ വന്ന് കേക്ക് മുറിക്കാൻ എന്നോടൊപ്പം കൂടുന്ന, ഞാൻ പിതാവിനൊപ്പം കാണുന്ന ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ എനിക്ക് മാത്രമല്ല പല ആളുകളോടും ഈ രൂപമാണ് ചെയ്യുന്നത്. അത് ചൂണ്ടിക്കാണിച്ചാൽ അവരെ എല്ലാവരെയും ഹറാസ് ചെയ്യുകയാണ്. പല പെൺകുട്ടികൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് തിരുത്തിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മീഡിയ പ്രവർത്തകർ റിനിയോട് വീണ്ടും ചോദിച്ചു, എന്തായിരുന്നു അതിനുശേഷമുണ്ടായ സമീപനം എന്ന്. പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു പിന്നീടുണ്ടായ സമീപനം എന്ന ചോദ്യം ഉയർത്തി. റിനി പറഞ്ഞു, ബിംബങ്ങളെല്ലാം ഉടഞ്ഞു വീണുപോയി എന്ന്. അതായിരുന്നു ആ കുട്ടിയുടെ മറുപടി.
പിതൃതുല്യം കണ്ട മനുഷ്യനോട് അത് പറയുമ്പോ തന്നെ ആക്രമിച്ച, തന്നെ പോലെ പെൺകുട്ടികളെ ഈ രൂപത്തിൽ ഹറാസ് ചെയ്യുന്ന, ലൈംഗികമായി ആക്രമിക്കുന്ന, ത്വരയോടുകൂടി ഇടപെടുന്ന ഈ ചെറുപ്പക്കാരനെ നിലക്ക് നിർത്താനും തിരുത്തിക്കാനും ശ്രമിക്കുമെന്ന് കരുതിയ നേതാക്കന്മാർ പിന്നീട് ഒരു ഇടപെടലും നടത്തിയില്ലെന്ന് മാത്രമല്ല, റിനി വീണ്ടും അടുത്തത് പറഞ്ഞു, ഞങ്ങൾ പരാതിപ്പെട്ടതിന് ശേഷമാണ് അവൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്, ഞങ്ങൾ പരാതിപ്പെട്ടതിന് ശേഷമാണ് അവൻ പിന്നെ MLA ആകുന്നത്. അടിക്കടിക്കേറ്റമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് മാറി നിൽക്കാൻ കഴിയുമോ? ഈ സമൂഹത്തോട് മറുപടി പറയണം. നിങ്ങളാണ് ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി. ഈ പെൺകുട്ടികൾ പരാതി പറഞ്ഞപ്പോഴും ഇടപെട്ട് തിരുത്താൻ കഴിയാതെ ഈ തെറ്റായ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുകയും സ്ഥാനമാനങ്ങൾ നൽകുകയും കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിക്കാത്ത വിധത്തിൽ അതിനെ വികസിപ്പിക്കുന്നതിനും നേതൃത്വം കൊടുത്ത നിങ്ങൾ, VD സതീശൻ, നിങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ കുറ്റവാളി. ഇത് കേരളത്തിന്റെ പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ് കോൺഗ്രസിന്റേത് എന്ന് കാണാൻ കഴിയും. നിങ്ങൾ ഇനി ഒരു കാര്യം കൂടി കേട്ടോളൂ. ഈ പ്രശ്നം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോ പലരുടെയും പ്രതികരണം വന്നു. ഇടതുപക്ഷത്തിന്റെ പ്രതികരണം വന്നു. അത് മാറ്റി നിർത്തു. കോൺഗ്രസിന്റെ വനിതാ MLA-മാർ പറഞ്ഞു. ഷാനിമോൾ ഉസ്മാന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടിരുന്നോ? ഇവൻ MLA സ്ഥാനം രാജിവെക്കുകയല്ല, രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാണോ? രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കണം എന്നാണ്. തൃക്കാക്കര MLA-യുടെ വന്നു. നിരവധിയാർന്ന കോൺഗ്രസ് MLA-മാരുടെ, വനിതാ നേതാക്കന്മാരുടെ MLA-മാരുടെയും പ്രതികരണം വന്നു. കോൺഗ്രസിന്റെ സൈബർ ടീം അതിനോടെടുത്ത സമീപനം എന്താണ്? തൃക്കാക്കര MLA നടത്തിയ സ്റ്റേറ്റ്മെന്റിന്റെ എതിരായി സോഷ്യൽ മീഡിയക്കകത്ത് കോൺഗ്രസിന്റെ സൈബർ ടീം തന്നെ വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവരെ അറ്റാക്ക് ചെയ്തതിലെ ക്രൂരമായ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. എന്തായിരുന്നോ? നീ ആ മോളിൽ നിന്ന് വീണപ്പോ ചത്തില്ലല്ലോടി എന്ന് വരെ ചോദിക്കുകയാണ്. എത്ര ക്രൂരതയിലേക്ക് പോകും. ഒരു ആക്സിഡന്റ് ഉണ്ടായ ആ MLA അപകടത്തിൽപ്പെട്ടപ്പോ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചവരല്ലേ മുഴുവൻ മനുഷ്യരും ഈ നാട്ടിലെ? ഒരാൾക്ക് അപകടം ഉണ്ടായാൽ ഇന്ന മറ്റൊരു രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ട് മരിക്കണം എന്ന് ആരെങ്കിലും പറയൂ? അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? അപ്പൊ ഏറ്റവും അങ്ങേയറ്റത്തെ അധാർമികതയുടെ രാഷ്ട്രീയ കൂട്ടമായി ഈ കോൺഗ്രസ് അധംപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി എന്നുള്ളത് കാണണം. ആ കോൺഗ്രസിന്റെ പ്രതീകങ്ങളാണ് ഈ കാണുന്ന മാത്യു കൊള്ളാടൻ ഉൾപ്പെടെയുള്ളവർ എന്നുള്ളത് കാണാൻ കഴിയും. വീഡിയോ കോളിലൂടെയാണ് പോരാട്ടം. വീഡിയോ റീൽസ് ഇതിലൂടെയാണ് പോരാട്ടം. വലിയ ധാർമ്മികതയെ സംബന്ധിച്ച് സംസാരിക്കും. എന്നാൽ യഥാർത്ഥ പ്രവർത്തനം വരുമ്പോൾ എവിടെ എത്തി നിൽക്കും? മൂവാറ്റുപുഴയിലെ പോത്താനിക്കാട് നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ടല്ലോ. സമാനമായ കാര്യത്തിനകത്ത് അതിന്റെ വീഡിയോ അന്ന് ഈ കാലത്ത് പുറത്തു വന്നതാണല്ലോ. മാത്യു കൊള്ളാടൻ തന്നെ പറയുന്നത്, ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായാൽ സ്വീകരിക്കേണ്ടത് അത് രമ്യതയിൽ പറഞ്ഞു തീർക്കുക എന്നല്ലേ ഈ മാനിനെന്ന് പ്രസംഗിച്ചത്? അതല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ അത് നിയമപരമായി കൈകാര്യം ചെയ്യണമെന്നും അതൊരു സമൂഹത്തിന് സന്ദേശമാകണമെന്നും മേലിൽ ഒരാളും ആവർത്തിക്കില്ലാത്ത വിധത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നേതൃത്വം കൊടുക്കേണ്ട നിയമം അറിയാവുന്ന MLA ഉൾപ്പെടെ പറഞ്ഞത് ഈ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്. നിങ്ങളൊന്ന് നോക്കണം. 9 വർഷക്കാലമായി കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആണ് ഇത് ചെയ്യുന്നത് എന്ന് കാണണം. അപ്പൊ നാളെ ഇവര് മുഖ്യമന്ത്രിയായാൽ, ഇവൻ മന്ത്രിമാരായാൽ, ഈ കേരളത്തിന്റെ ഭരണം പിടിക്കുന്നവരായി ഇവർ മാറിയാൽ എന്തായിരിക്കും കേരളത്തിന്റെ ഗതി? പ്രതിപക്ഷത്ത് 9 വർഷക്കാലമായിരിക്കുന്ന കൂട്ടർ ചെയ്യുന്നതാണ് ഇത് എന്ന് കാണും. ആ കൂട്ടർ അധികാരത്തിലേക്ക് വന്ന് അധികാരം നിയന്ത്രിക്കുന്നവരായി ഇവർ മാറിയാൽ എന്താക്കും ഇവർ കേരളത്തെ? അതുകൊണ്ട് ഈ വലതുപക്ഷ കോൺഗ്രസിന്റെ നെറുകേടുകളെ തുടച്ചു നീക്കാൻ കഴിയുന്ന ജനകീയ മുന്നേറ്റത്തിന്റെ സമയമാണ് ഈ സമയമെന്ന് കാണണം. ആ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിൽ ആദ്യം തകർന്നു വീഴുന്ന കോട്ടയാണ് ഈ മുനിസിപ്പാലിറ്റി, മൂവാറ്റുപുഴയുടെ മുനിസിപ്പാലിറ്റി, കോൺഗ്രസ് ഭരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റി എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വീട് വീടാന്തരം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ എടുക്കണം. എല്ലാവരുടെയും ചിന്തകളിലേക്കും ചർച്ചകളിലേക്കും ഇത്തരം വിഷയങ്ങളെ എത്തിക്കാൻ അഹോരാത്രമുള്ള പ്രവർത്തനം നമ്മൾ എല്ലാവരും ചെയ്യുക കൂടി ചെയ്യണം. ഈ നാടിന്റെ പിന്തുണ അതിന് വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ആവേശഭരിതമായി ഈ സമരത്തിൽ അണിചേരാനെത്തിയ ഈ മൂവാറ്റുപുഴയിലെ പൗരാവലിയെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി സാമി ജോണി പൊട്ടക്കലിന് ആദരവോളം ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട അധ്യക്ഷ സഖാവ് അലിക്കുഞ്ഞ്, ഉദ്ഘാടനം ചെയ്ത
CPIMന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് എസ് സതീഷ്, സഖാവ് അനീഷ മാത്യു, PR ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപസ്ഥരായിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, സതീഷ് സഖാവ് പറഞ്ഞതിന്റെ ബാലൻസ് ഒറ്റ വാക്കും കൂടി കൂട്ടിച്ചേർത്ത് അതെന്ന് ഞാൻ മാറിക്കോളാം. പീഡനം നടത്തി എന്നൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ സവിസ്തരം സതീഷ് സഖാവ് പറഞ്ഞു. പക്ഷേ ഒരു ട്രാൻസ് വുമണിനെ പീഡിപ്പിച്ചു എന്ന് നമ്മൾ ആദ്യമായി കേൾക്കുന്നതാണ്. യൂത്ത് കോൺഗ്രസുകാരുടെ ഓരോ ലീലാവിലാസങ്ങളെ ട്രാൻസ്ജെൻഡേഴ്സിന് പോലും ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ അവരെ പോലും ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുന്നത് ആദ്യമാണ്. സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന ഒരു വികാരമല്ല ട്രാൻസ് വുമൻസിനോട്. അതുപോലും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് തോന്നുന്നു എന്നതാണ് വളരെ വ്യത്യസ്തമായി നമുക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മുനിസിപ്പാലിറ്റിയിലെ വികസന പ്രവർത്തനത്തെ കുറിച്ചെല്ലാം എനിക്ക് മുമ്പ് സംസാരിച്ച സജി ഉൾപ്പെടെയുള്ളവർ ഇവിടെ സംസാരിച്ചു. മുനിസിപ്പാലിറ്റിയിലെ വികസനം നടത്താൻ ഒരു പൈസ പോലും തന്റേതായ അക്കൗണ്ടിൽ നിന്നും കൊടുക്കില്ല എന്നുള്ളതാണ് MLAയുടെ വാശി. ഈ MLA ഇവിടെ ഞാൻ MLA ആയിരിക്കുന്നിടത്തോളം കാലം ഈ മുനിസിപ്പാലിറ്റിയിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾക്കും ഒരു നയാ പൈസ പോലും അനുവദിച്ചു നൽകുകയില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം MLAയും മുനിസിപ്പൽ ചെയർമാനും തമ്മിലുള്ള കെമിസ്ട്രി അതാണ്. ഒരാൾ തെക്കോട്ട് പോയാൽ ഒരാൾ വടക്കോട്ട് പോകും. എങ്ങനെയാണ് ഇവിടെ വികസനം നടക്കുന്നത്? വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യ ഓഫീസാണ് ഈ കാണുന്ന മുനിസിപ്പാലിറ്റി. നമുക്കറിയാം, നമ്മുടെ റോഡിൽ ഇവിടെ ഒരു വിള്ളൽ രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടപ്പോൾ കഴിഞ്ഞ വർഷവും അതേപോലെ തന്നെ സമാനമായ ഒരു ഗർത്തം അവിടെ രൂപപ്പെട്ടു. അതെന്ത് ചെയ്തു? ആ ഗർത്തം ആരും അറിയാതെ അത് കുറച്ച് കോൺക്രീറ്റും എല്ലാം കൊണ്ടിട്ട് മൂടി. ഈ വർഷം അതിനേക്കാൾ വലിയ, പിടിച്ചതിനേക്കാളും വലുതായിരുന്നു ഇരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. അതിലും വലുത് ഒരെണ്ണം അവിടെ രൂപപ്പെട്ടു. അപ്പോൾ അത് ആരും അറിയാതെ രാത്രി തന്നെ അത് അത് മണ്ണിട്ട് മൂടാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ തന്നെ അതിൽ ഇടപെട്ട് അവർ പറഞ്ഞു, മന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടു. ഇടതുപക്ഷത്തിന്റെ ഈ മൂവാറ്റുപുഴയിലെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടു, ഈ ഗർത്തം കഴിഞ്ഞ വർഷവും ഇവിടെ രൂപപ്പെട്ടതാണ്, അതുപോലെ ഒരു ഗർത്തം വീണ്ടും നല്ല രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്ന ഈ മുനിസിപ്പാലിറ്റി അതിർത്തിയിൽ ഈ റോഡ് MC റോഡിൽ വീണ്ടും രൂപപ്പെട്ടിരിക്കുന്ന ആ ഗർത്തം അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അത് മൂടിപ്പോയാൽ വീണ്ടും ഇവിടെ പ്രശ്നമുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ മന്ത്രിയുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നാഷണൽ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠനം നടത്തി, അതിന് കൃത്യതയാർന്ന പഠനം നടത്തി എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ MLAയുടെ കള്ളക്കളി പൊളിഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം MLA പോലും ഇവിടെ അവർ വന്നപ്പോഴാണ് MLA അറിയുന്നത് ഇങ്ങനെ ഒരാളുകൾ ഇവിടെ പഠനത്തിന് വേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് MLA പോലും അറിഞ്ഞത്. വേഗം MLA അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അതുപോലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന എട്ടുകാലി പമ്പുഞ്ഞായി മാറുന്ന ഒരു MLA നമ്മൾ ഇതുപോലെ ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ എന്ന് മാത്രമല്ല, ഈ മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ MLAയുടെ കൈയൊപ്പ് ചാർത്തിയിട്ടുണ്ടോ എന്നുള്ളത് MLA നെഞ്ചത്ത് കൈവച്ച് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഗവൺമെന്റ്, രണ്ടാം പിണറായി സർക്കാർ, ഇടതുപക്ഷത്തിന്റെ രണ്ടാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ തുടർച്ചയായി വന്നപ്പോൾ ആലപ്പുഴയിൽ നിന്നും കൂത്താട്ടുകുളത്തിലുള്ള റോഡിന് 450 ലക്ഷം രൂപ, 450 കോടി രൂപ അനുവദിച്ചതാണ്. സ്ഥലം ഏറ്റെടുത്ത് വീതി കൂട്ടി ഒരു ഹൈവേ പണിയുന്നതിന് വേണ്ടി അനുവദിച്ചിട്ട് ആ പണം എവിടെ പോയി? ഇന്നും ആ പണം ചെലവഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇവിടത്തെ MLA ആണ് അത് കോർഡിനേറ്റ് ചെയ്യേണ്ടിയിരുന്നത്, അദ്ദേഹമാണ് അത് അന്വേഷിക്കേണ്ടിയിരുന്നത്. ആ പണമെല്ലാം ഇവിടെ വിനിയോഗിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതൊരു സൽപ്പേരുണ്ടാകുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ചെയ്തു പോരുന്ന പ്രവൃത്തികൾ എന്താണ്? യാതൊരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തനിക്ക് വെള്ളി രൂപ പോലും അനുവദിച്ചു തരില്ല എന്നുള്ള കുപ്രചരണം നടത്തി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് അദ്ദേഹം കരുതിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? KSRTC സ്റ്റാൻഡിന്റെ വികസനത്തെ കുറിച്ച്. KSRTC സ്റ്റാൻഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻ MLAയുടെ കാലത്ത് അനുവദിച്ച 1,60,00,000 രൂപ
ആ 1,60,00,000 രൂപ ഫ്രീസ് ചെയ്തുകൊണ്ട് അതിന്റെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്താതെ അതിനുവേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്ന ആ സ്ഥലത്താണ് 4.5 വർഷം പിന്നിട്ടപ്പോൾ ഇപ്പോഴത്തെ MLA മറ്റൊരു നിർമ്മാണ പ്രവർത്തനവുമായി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, മുനിസിപ്പാലിറ്റിയിലെ ലൈബ്രറി, മുനിസിപ്പാലിറ്റിക്ക് ഒരു നല്ല ലൈബ്രറി പണ്ടുണ്ടായിരുന്നു. പക്ഷേ കാലാന്തരത്തിൽ അതിന്റെ ശോഷിപ്പ് സംഭവിച്ചു. ആ മുനിസിപ്പൽ ലൈബ്രറി മുഴുവൻ ഇടിഞ്ഞു ചാടി നശിച്ചു പോയപ്പോൾ മുൻ MLA സഹാബ് എൽദോ എബ്രഹാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അനുവദിച്ച 2 കോടി രൂപ നമ്മുടെ മുനിസിപ്പൽ പാർക്കിനോട് ചേർന്ന് അവിടെ ഒരു വല്ല ലൈബ്രറി പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി അനുവദിച്ചതാണ്. ആ തുക എവിടെ പോയി? ആ തുക ഉപയോഗിക്കാതെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ അവിടെ മറ്റൊരു വയോജന പാർക്ക് എന്നുള്ള പേരിൽ അവിടെ എന്തോ തുക അനുവദിച്ചു എന്നുള്ള പ്രചരണം നടത്തുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള പ്രചരണങ്ങളല്ലാതെ എന്തെങ്കിലും കാതലായിട്ടുള്ള ഒരു കാര്യം ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അസംബ്ലി നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചെയ്യുവാൻ ഇവിടെ MLAക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു വർഷം മുൻപ് നമ്മൾ കേട്ടു ഇവിടെ ഒരു ബൈപ്പാസ് റോഡ് കാരക്കുന്നം മുതൽ കടാതി വരെ എത്തിച്ചേരുന്ന ഒരു ബൈപ്പാസ് റോഡിന് തുക അനുവദിച്ചു എന്ന് ഇവിടെ UDFന്റെ തന്നെ ഭാഗമായിട്ടുള്ള MP ഇവിടെ ഡീൻ കുര്യാക്കോസ് ഇവിടെ പ്രഖ്യാപനം നടത്തി. എവിടെ പോയി ആ ബൈപ്പാസ് റോഡ്? ആ ബൈപ്പാസിന്റെ തുക അനുവദിച്ച പണം എവിടെ പോയി? അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തേ നടക്കാത്തത്? എന്നാൽ തൊട്ടടുത്ത മണ്ഡലമായ അതേ സമാനമായി അന്ന് അനുവദിച്ചു എന്ന് പറഞ്ഞ തൊട്ടടുത്ത മണ്ഡലത്തിൽ അനുവദിച്ച പൈസ ഇപ്പോൾ അതിന്റെ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് 80% സ്ഥലമേറ്റെടുത്തു എന്ന് മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 80% പൂർത്തീകരിച്ചു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിൽ എന്തുകൊണ്ട് ആ പ്രവൃത്തി അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതിനോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിനോ ഈ MLAക്കോ MPക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർ പരിശോധിക്കേണ്ടതല്ലേ? നമ്മുടെ മുൻ MLAയുടെ കാലത്ത് തന്നെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ച ഈ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ പാലത്തിനോട് തൊട്ട് അക്കരെ വെള്ളൂർക്കുന്നം മുതൽ അവിടെ ഈ പാലത്തോട് വരെയുള്ള അവിടെ സ്ഥലം ഏറ്റെടുത്ത് ആർക്ക് കൊടുത്തു? നിലവിൽ ബിസിനസ് നടത്തുന്ന ആ സ്ഥലമുടമകൾക്ക് തന്നെ അവിടെ പണം മുഴുവനും കൈമാറി ആ സ്ഥലമേറ്റെടുപ്പ് നടത്തി അവർക്ക് തന്നെ കൈമാറി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ബിസിനസ് കുറച്ചും കൂടി വ്യാപിച്ച് നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഏറ്റെടുത്ത സ്ഥലത്ത് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആ പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ച് ആ പ്രദേശത്തേക്ക് പ്രവർത്തനങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചത് ആരാണ്? ശ്രീ മാത്യു കുഴലിനാണ്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. ധാരാളം ആളുകൾ ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തുരങ്കം വയ്ക്കുന്ന പണി ചെയ്യുന്നത് ഇവിടുത്തെ MLA ആണ്. അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൂടെ വികസന പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയാൽ മതി. സോഷ്യൽ മീഡിയയിലൂടെയുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് തൃപ്തരാകുന്നവരാണ് മൂവാറ്റുപുഴയിലെയും അല്ലെങ്കിൽ കേരളത്തിലെയും ആളുകളെന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ മാത്യു കുഴലിനാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. മുനിസിപ്പൽ അധികൃതരും അതുപോലെ തന്നെ പ്രവർത്തികളാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹാക്കളും ഈ സമരത്തിന്റെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഫണ്ടിലേക്ക് വരണം. ഇനി അടുത്തായിട്ട് കുറ്റപത്ര സമർപ്പണമാണ്. മുഴുവൻ പേരും ഇങ്ങോട്ടും അടുത്തിരിക്കണം. ഈ സമരത്തിന്റെ സ്റ്റേജിലേക്ക് മുഴുവൻ പേരും അടുത്തിരിക്കണം. അവിടെ എന്തെങ്കിലും നടക്കട്ടെ. ഇനി വാ. അടുത്തായിട്ട് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന മാർച്ചും കുറ്റപത്രവും സമർപ്പണവുമാവും. കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിന്റെ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം സൗ യുവാർ ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സകളെ എല്ലാവരും കൂടെ വരിക. മുഴുവൻ സഹാക്കളും മുനിസിപ്പൽ ഓഫീസിന്റെ മുന്നിലേക്ക് വരണം.
കുറ്റപത്ര സമർപ്പണമാണ്. ഡിസംബർ മാസത്തിൽ അധികാരത്തിൽ വന്ന കൗൺസിലാണ്. ഈ കൗൺസിൽ 4.5 വർഷക്കാലം പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ഈ UDFന്റെ ഭരണം ശേഷിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ നഗരത്തെ നാശത്തിന്റെ പാതയിലേക്ക് തള്ളിവിട്ട PP എൽദോസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം മൂവാറ്റുപുഴയിലെ ജനജീവിതത്തെ യാഗത്തിന്റെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. വ്യാപാരങ്ങളുടെ ശവപ്പറമ്പാക്കി മൂവാറ്റുപുഴയെ മാറ്റി. ആത്മഹത്യാ മുനമ്പിന്റെ വക്കത്താണ് പല വ്യാപാരികളും നിൽക്കുന്നത്. വ്യാപാരികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ ഇടപെടാനോ ഈ നഗരസഭ ഭരണാധികാരികൾ തയ്യാറായി. വാടക കെട്ടിടങ്ങൾക്ക് അന്യായമായ വാടക വർദ്ധിപ്പിച്ചു, നികുതി ഭാരം വർദ്ധിപ്പിച്ചു. ജനങ്ങളുടെ കെട്ടിട നികുതിയും മറ്റ് നികുതി ഭാരങ്ങളും എല്ലാം വർദ്ധിപ്പിച്ചു. ജനങ്ങളെ ഇതുപോലെ കൊള്ളയടിച്ച ഒരു കൗൺസിൽ ഈ മൂവാറ്റുപുഴയുടെ ചരിത്രത്തിലില്ല. 1958 രൂപീകൃതമായ നഗരമാണ്, പുരാതന നഗരം. എറണാകുളം കഴിഞ്ഞാൽ ഈ ജില്ലയിലെ ഏറ്റവും വലിയ നഗരം മൂവാറ്റുപുഴ തന്നെയാണ്. ചിലവർ പറയും തൊടുപുഴ വികസിച്ചു, കോതമംഗലം വികസിച്ചു. പക്ഷെ മൂവാറ്റുപുഴയിലുള്ളതെല്ലാം അവിടെ ഒന്നുമില്ല. 16 ഏക്കർ വിസ്തൃതിയുള്ള ഒരു സ്റ്റേഡിയം തൊടുപുഴയിലുണ്ടോ? 18 ഏക്കറോളം വരുന്ന കേരളത്തിലെ 6 EC മാർക്കറ്റുകളാണുള്ളത്. അതിൽ ഒരെണ്ണം മൂവാറ്റുപുഴയാണ്. തൊടുപുഴയുണ്ട്, കോതമംഗലത്തുണ്ട്, പെരുമ്പാവൂരുണ്ട്. കോതമംഗലത്തും തൊടുപുഴയും ഇപ്പോഴാണ് ശ്മശാനം ഉണ്ടായത്. ഈ കൊല്ലം എത്രയോ വർഷം മുമ്പ് മൂവാറ്റുപുഴ ശ്മശാനം ഉണ്ടായി. മൂവാറ്റുപുഴയ്ക്ക് ചില റോഡുകളുടെ കുറവ്. ആ റോഡുകളുടെ കുറവ് പരിഹരിക്കണമെങ്കിൽ ഈ പുഴയെല്ലാം മണ്ണിട്ട് മൂടേണ്ടത്. 3 ആറുകൾ, കോകയാറും കാളിയാറും തൊടുപുഴയാറും സംഗമിക്കുന്ന മൂവാറ്റുപുഴ ഈ പുണ്യഭൂമിയുടെ മക്കളാണ്. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് വസിക്കുന്നവരാണ്. 3 ആറുകൾ ഈ മൂവാറ്റുപുഴയെ വലയം ചെയ്യുക. ഇപ്പൊ നമുക്ക് റിംഗ് റോഡില്ല. ചാലിക്കടവ് പാലം വന്നപ്പോ ആ പ്രദേശത്തിന്റെ വികസനം നമ്മൾ കണ്ടില്ലേ? കിഴക്കേക്കര ഉൾപ്പെടെ ചാലിക്കടവ് പാലം വന്നതോടുകൂടി ഉണ്ടായ മാറ്റാണ്. ഇനി ഞങ്ങൾ പറയുന്നത് കോളേജ് ഹോസ്റ്റൽ പടിയിൽ നിന്നും വള്ളികുന്നത്ത് കടവ് വഴി ഒരു പാലം വേണം. ആ പാലം വന്നു കഴിഞ്ഞാൽ ആലക്കുള റോഡിൽ ചാടി അവിടെ നിന്ന് മാറാടിയിലേക്ക് MC റോഡിലേക്ക് ചാടിക്കാൻ കഴിയും. ആ പാലം കൂടി വന്നാൽ റിംഗ് റോഡ് എന്ന ആശയം പൂർത്തിയാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വള്ളികുന്നത്ത് കടവ് പാലം അംഗീകരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് ഒരു പാലം കൂടി വരാൻ പോവാണ്. 44 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് ഒളിമ്പ്യൻ ചന്ദ്രശേഖരന്റെ നാമധേയത്തിൽ ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്ന. 44 കോടി രൂപയുടെ വികസനമാണ്. 2 സ്വിമ്മിംഗ് പൂള്, ഇൻഡോർ സ്റ്റേഡിയം, ടെന്നീസ് ക്ലബ്ബ്, ബാഡ്മിന്റൺ കോർട്ട് എന്നുവേണ്ട ഹോസ്റ്റലുകൾ, യൂത്ത് ഹോസ്റ്റൽ, അതുപോലെ വനിതാ ഹോസ്റ്റൽ. ഈ മൂവാറ്റുപുഴ മുഖം തന്നെ മാറിപ്പോകും. ഇന്നത്തെ മൂവാറ്റുപുഴയല്ല, 16 ഏക്കർ ഒരു ടൗൺഷിപ്പായി മാറാൻ പോവാണ്. എവരെന്തെങ്കിലും ചെയ്തോ അതിനു വേണ്ടി? MLA ചെയർമാനും പോയി നിന്നിട്ട് സ്പോർട്സ് വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയാണ് ഇവിടെ വെള്ളം കയറും, അതുകൊണ്ട് ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലാതെ. അത് പറഞ്ഞ മഹാന ഇവിടെ ഇരിക്കുന്നത്. 44 കോടി രൂപയുടെ വികസന പദ്ധതി അട്ടിമറിക്കാൻ നോക്കിയത്. 10,84,00,000 രൂപ ഡംപിംഗ് യാർഡിന്റെ നവീകരണത്തിന് വേണ്ടി അനുവദിച്ചത് ഈ ഗവൺമെന്റ്. എന്താ ചെയ്തത്? ഇതിനൊപ്പം തന്നെയാണ് കൊച്ചി നഗരത്തിന് ബ്രഹ്മപുരത്ത് 110 ഏക്കർ വരുന്ന ഡംപിംഗ് യാർഡ് നവീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കാശുണ്ട്. നമുക്ക് 6 ഏക്കറേ ഉള്ളൂ.
6 ഏക്കറിന് 10 കോടി ധാരാളമാണ്. 10 കോടി 84 ലക്ഷമാണ്. 1 കോടി എന്ന് പറഞ്ഞാൽ 100 ലക്ഷമാണ്. എന്തോസേ എത്ര ലക്ഷമായി കൂടി തന്നേക്കണ്. ആ ഡംപിംഗ് യാർഡ് നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? ബയോ മൈനിങ് നടത്താൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? ജനങ്ങൾ അവിടെ നിന്ന് വണ്ടി തടഞ്ഞ് മാലിന്യം ഇറക്കാൻ പറ്റാതെ വന്നപ്പോ എന്താ നിങ്ങൾ ചെയ്തത്? നഗരസഭയുടെ കെട്ടിടങ്ങൾക്കകത്തേക്ക് വേസ്റ്റ് മാറ്റിയ മഹാനായ ചെയർമാനാണ് ഈ കേരളത്തിലെ PPL എന്ന് പറഞ്ഞത്. ഭയങ്കരമായ പണിയല്ലേ ചെയ്തേ? മത്സ്യ മാർക്കറ്റിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടത്തിനകത്ത് കയറി വേസ്റ്റ് ഇടുക, നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വേസ്റ്റ് തട്ടുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പണിയാണ് ഈ കൗൺസിൽ ചെയ്തത്. നമ്മുടെ നഗരത്തെ 10 കൊല്ലം പിന്നോട്ടടിപ്പിച്ച ഈ നഗരസഭ UDFന്റെ ഭരണം നമ്മളെ നാശത്തിന്റെ പാതയിലേക്കാണ് തള്ളിവിട്ടത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരികൾ ഈ വസ്തുതകൾ മനസ്സിലാക്കി ഇവരെ ഒട്ടുള്ള നേരത്തെ ഇവിടുന്ന് ഇറക്കിവിടാനുള്ള പദ്ധതിയാണ്. അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ കഴിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കുറ്റപത്രം അവതരിപ്പിക്കുകയാണ്. UDF നേതൃത്വം കൊടുക്കുന്ന മൂവാറ്റുപുഴ നഗരസഭാ ഭരണത്തിൽ വികസന മുരടിപ്പും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDF ഭരണം മൂവാറ്റുപുഴയുടെ വികസന സങ്കല്പങ്ങളെ തകർത്തു. നഷ്ടങ്ങളുടെ 5 വർഷക്കാലങ്ങളായിരുന്നു പിന്നിട്ടത്. നഗരസഭാ അതിർത്തിയിലെ റോഡുകളെല്ലാം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല. സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് പോലും പാഴാക്കി കളയുന്ന സമീപനമാണ് കൗൺസിലിന്റെ. മൂവാറ്റുപുഴ നഗരത്തെ വ്യാപാരങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റി. നഗരവികസനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മുമ്പേ തന്നെ മൂവാറ്റുപുഴയിലെ കച്ചവടക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നയങ്ങളാണ് നടപ്പാക്കിയത്. ലൈസൻസ് ഫീസുകളും ടാക്സുകളും വാടകയും 100 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചു. മുനിസിപ്പൽ ബിൽഡിംഗുകളിൽ വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തി വരുന്ന ചെറുകിട വ്യാപാരികളുടെ വാടക ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു. വഴിവിളക്കുകൾ അണഞ്ഞുകിടക്കുന്നു. ഡംപിയാർഡിന്റെ പ്രവർത്തനം തകർത്തു. നഗരം മാലിന്യ കൂമ്പാരമായി. പ്രധാനപ്പെട്ട മുനിസിപ്പൽ കെട്ടിടങ്ങൾ മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന കേന്ദ്രങ്ങളായി മാറി. നിലവിലെ പൊതു ശ്മശാനത്തിന്റെ പ്രവർത്തനം താറുമാറാക്കി. പുതിയ ബർണർ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ എങ്ങും എത്തിയില്ല. ശവസംസ്കാരത്തിന് വേണ്ടി ജനങ്ങൾ ഇതര പ്രദേശങ്ങളെ സമീപിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് നഗരസഭ തിരിഞ്ഞു നോക്കുന്നില്ല. HMC യോഗം കൃത്യമായി കൂടാറില്ല. നിർമ്മാണം പൂർത്തീകരിച്ച ഗൈനക്കോളജി ഓപ്പറേഷൻ തിയേറ്റർ, കുട്ടികളുടെ വാർഡ് എന്നിവ ട്രാൻസ്ഫോമർ ഇല്ലാത്തതിന്റെ പേരിൽ 3.5 വർഷക്കാലമാണ് അടച്ചിട്ടത്. ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ ഫണ്ട് അനുവദിച്ചു കൊടുക്കാൻ നഗരസഭയ്ക്കോ സ്ഥലം MLAക്കോ കഴിഞ്ഞില്ല. അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീൻ സ്ഥാപിച്ചിട്ട് 4 വർഷക്കാലം പിന്നിടുന്നു. ഇതുവരെ പ്രവർത്തിപ്പിക്കാൻ ആയിട്ടില്ല. 5 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച ഷീ ലോഡ്ജ് തുറന്നു പ്രവർത്തിക്കാനായില്ല. നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന പ്രീ മെട്രിക് ഹോസ്റ്റൽ അടച്ചുപൂട്ടി. പ്രീ മെട്രിക് ഹോസ്റ്റൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലായി ഉയർത്താനോ പുതിയ കെട്ടിടം നിർമ്മിക്കാനോ നടപടി ഉണ്ടായില്ല. ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുമ്പോൾ മൂവാറ്റുപുഴ നഗരസഭയിൽ ഈ പദ്ധതി അട്ടിമറിക്കപ്പെടുന്നു. കഴിഞ്ഞ കൌൺസിൽ കാലഘട്ടത്തിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് സുരക്ഷിത ഭവനം ഒരുക്കാൻ ഹൌസിംഗ് ബോർഡിന് സമീപത്ത് 56 സെന്റ് സ്ഥലം ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാനായി കണ്ടെത്തിയിരുന്നെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ഈ കൌൺസിലിന് ഏറ്റെടുക്കാനായില്ല. പുതിയ പദ്ധതികൾ ഒന്നും മൂവാറ്റുപുഴ തയ്യാറാക്കി നടപ്പാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല. IAS അക്കാദമി പോലെയുള്ള മൂവാറ്റുപുഴ പ്രവർത്തിച്ചിരുന്ന പല സ്ഥാപനങ്ങളും മറ്റു പ്രദേശത്തേക്ക് മാറ്റപ്പെട്ടപ്പോൾ നോക്കുകുത്തിയായി മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാനും MLAയും. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ LDF സർക്കാർ അനുവദിച്ച ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഇൻഡോർ സ്റ്റേഡിയം നഗരസഭാ ചെയർമാന്റെയും MLAയുടെയും പിടിപ്പുകേട് മൂലം 4 വർഷക്കാലമാണ് നിർമ്മാണം വൈകിയത്. 4 വർഷക്കാലം മുമ്പ് പൊളിച്ചു മാറ്റിയ ഫയർ സ്റ്റേഷൻ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഗതാഗത കുരുക്കുകൊണ്ട് വീർപ്പുമുട്ടുന്ന മൂവാറ്റുപുഴയിൽ ബൈപ്പാസുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഒരു ഇടപെടൽ നടത്താൻ നഗരസഭയ്ക്കോ സ്ഥലം MLAക്കോ MPക്കോ കഴിഞ്ഞിട്ടില്ല. UDF മുനിസിപ്പൽ ഭരണം മൂവാറ്റുപുഴയ്ക്ക് നഷ്ടങ്ങളുടെ 5 വർഷക്കാലമായിരുന്നു. പുതിയ പദ്ധതികളില്ല. കഴിഞ്ഞ കൌൺസിൽ കാലത്ത് തുടങ്ങി വെച്ചതോ 80% പൂർത്തീകരിച്ചതോ ആയ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ കഴിയാത്ത കഴിവുകെട്ട നഗരസഭാ ഭരണമായി UDF ഭരണം മാറി. UDFന്റെ കഴിവുകെട്ട ഭരണത്തിനെതിരായി മൂവാറ്റുപുഴ ജനത പ്രതികരിക്കുന്നു. വികസന മുരടിപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരായി ശക്തമായ പ്രതിഷേധം ഉയരുമ്പോൾ
നഗരസഭയിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്ത് വോട്ടർ പട്ടിക കൃത്യവും കാട്ടി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. വികസന മുരടിപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥിക്കുമെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുവാൻ മുഴുവൻ ജനവിഭാഗങ്ങളോടും ഈ ജനകീയ മാർച്ച് അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കള്ളവോട്ടൊക്കെ ജയിക്കാന്നുള്ള വിചാരത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഈ നഗരസഭാ ഭരണം പിടിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും അവരുടെ ഭാവനയും ബുദ്ധിശക്തിയും ചിന്താശേഷിയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം, പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഇമ്മാനുവൽ പാലക്കുഴയെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗാധ്യക്ഷൻ അലിഖിന് സ്വാഗതം ആശംസിച്ച സജി ജോർജ്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത CPM-ന്റെ ജില്ലാ സെക്രട്ടറി S. സതീഷ് അവറുകൾ, കുറ്റപത്രം ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ച യുവർ ബാബുചേട്ടൻ, വേദിയിലെ സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്ത ഒരു തെറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മൂവാറ്റുപുഴ നഗരസഭയെ ഒരു പ്രാന്താലയമാക്കി മാറ്റിക്കൊണ്ട് UDF-ന്റെ കിരാത ഭരണം അവസാനിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം മുൻനിർത്തിയാണ് നാം ഇന്നിവിടെ ഈ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും നടത്തുന്നത്. ചെറുകിട വ്യാപാരികൾ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന തീരാരോധനത്തിന്റെയും ഈ നാട്ടുകാരുടെ ശക്തമായ വികാരം ആണ് നാം ഈ കഴിഞ്ഞ നാളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ വ്യക്തമായ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഒരിക്കലും ഇനി ഈ ഒരു സാധനം മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി UDF എന്ന് പറഞ്ഞ സാധനം അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്നവർ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഒട്ടനവധി സ്വജനപക്ഷപാതത്തിലൂടെ നീങ്ങുന്ന മൂവാറ്റുപുഴ മുനിസിപ്പൽ നഗരപിതാവിന്റെ അടക്കമുള്ള അനുയായികളുടെ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള വികാരങ്ങളെ തച്ചുടച്ചുകൊണ്ട് കള്ള വോട്ടുകളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ തന്നെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ LDF-ന്റെ വേലിയേറ്റമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിനുള്ള പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജനകീയ മാർച്ചിനും കുറ്റപത്ര സമർപ്പണത്തിനും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തീർക്കുകയാണ്. മുൻ മുനിസിപ്പൽ ചെയർമാൻ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമായ സേഖനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള യോഗാധ്യക്ഷൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 2002 അവസാനത്തിൽ ഇതുപോലൊരു സമരം മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി വിളിച്ചു വരുന്നു. അന്ന് മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ബഷീറായിരുന്നു, കോൺഗ്രസിന്റെ. 2.5 വർഷമായപ്പോഴാണ്. 2.5 വർഷം കൊണ്ട് ആ ഭരണത്തിന്റെ ഏതാണ്ട് അലകും പിടിയും വിട്ട് ഏതാണ്ട് പട്ടത്തിന്റെ ചരട് പൊട്ടിയതുപോലെ പറഞ്ഞു. അന്ന് ആ സമരത്തിൽ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു, ഇനി ഈ സമരം ഈ ഭരണം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, കാരണം ജനം മടുത്തു. ഇതൊരൽപ്പം താമസിച്ചു പോയി. അന്ന് ആ പറച്ചില് ഏതാണ്ട് അരം വരുന്ന വാക്കായിരുന്നു. വലിയ താമസം വന്നില്ല. ഏതാണ്ട് 1 മാസം കൊണ്ട് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള കൗൺസില് തമ്മിലടി കൊണ്ട് പിരിഞ്ഞു. തുടർന്ന് ഇടതുപക്ഷത്തിന്റെ കൗൺസിൽ വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, മൂവാറ്റുപുഴയില് ഇതുവരെ ഇരുന്ന ചെയർമാൻമാരെല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് നഗരസഭയുടെ കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ ഇവിടെ ശരിക്കും അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കൗൺസിലിനകത്ത് സാധാരണ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെല്ലാം ഒത്തുകൂടി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, സ്റ്റിയറിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റി കൃത്യമായി കൂടിക്കൊണ്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് 2 തട്ടിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ചെയർമാൻ വിളിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വരില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ യോഗങ്ങളിൽ അത്യാവശ്യം ഒന്നും ചെല്ലുന്നത് ചെയർമാൻ ചെല്ലില്ല. മുനിസിപ്പൽ ഭരണം എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാ വർഷവും സർക്കാരിന്റേതായ വിഹിതം, പദ്ധതി വിഹിതം ജനസംഖ്യ ആനുപാതികമായി നമുക്ക് കിട്ടുന്നുണ്ട്. കൃത്യമായി വാർഡ് സഭകൾ കൂടി അവിടെയുള്ള നിർദ്ദേശങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ വന്ന് മുനിസിപ്പൽ ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ കൂടി ആ നിർദ്ദേശത്തിൽ ഏറ്റവും മികവിറ്റ് മുന്തിയ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കുക. ഇത്ര ശതമാനം ഇന്നതിന് വനിതകൾക്ക് വേണ്ടി ഇത്ര
അങ്ങനെയുള്ള തീരുമാനമെടുത്താണ് ഉഷ ശശിധരൻ ചെയർമാനായിരുന്ന സമയത്ത് ഞാൻ ഓർക്കുക ഷീലോഡ്ജിന്റെ കാര്യം. അത് ഈ താഴെ തട്ടിൽ നിന്ന് വന്ന കാര്യമാണ്. ഒരു താമസമുണ്ടായില്ല. ആ പദ്ധതിയിൽ തന്നെ പണം ചെലവഴിച്ച് കാര്യങ്ങൾ നീക്കി. ഒരു 6 കട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് തുറന്നു കൊടുക്കാം. 6 കട്ടിലും അതുപോലുള്ള സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അന്ന് പൈസ വെച്ചതാ. അവർക്കത് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് തൊഴിലാകും. ഒരു കുടുംബശ്രീ യൂണിറ്റ് ഒരു തൊഴിലുമായി മാറിയത്. 100 രൂപയ്ക്ക് എറണാകുളത്ത് കോർപ്പറേഷൻ 100 രൂപയ്ക്ക് ഷീലോഡ്ജില് സ്ത്രീകൾക്ക് വന്ന് താമസിക്കാം. കാരണം ബസ്സിൽ വന്ന് ഇറങ്ങുന്നവർ പാതിരാത്രി നേരമാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവിടെ ഒരു ദിവസം താമസിക്കേണ്ട വന്നാൽ രാത്രിയിൽ അതിന് 100 രൂപയ്ക്ക് കഴിയും. കുടുംബശ്രീക്ക് ഒരു തൊഴിലുമായനെ. എന്ത് ഇതിന് കാലതാമസം വന്നേ? ഇതുപോലെ ഏതാണ്ട് 5 വർഷമാകാൻ പോവാ. എന്തിനാ 5 വർഷം? 1 വർഷം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ? അതല്ലേ അന്ന് ചെയ്തത്. മൂവാറ്റുപുഴയ്ക്കൊരു പൊതു ശ്മശാനം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ ഏതാണ്ട് വർഷങ്ങൾ വേണ്ടി വന്നില്ലല്ലോ. കേവലം 8 മാസം കൊണ്ട് തന്നെ അന്നിരുന്ന കൗൺസില്, ബഷീർ പോയതിനു ശേഷം വന്ന കൗൺസില് 8 മാസം കൊണ്ട് മൂവാറ്റുപുഴയിൽ ഒരു പൊതു ശ്മശാനം ഉണ്ടാക്കി. അതിനുശേഷം നമുക്കറിയാം അവിടെയുള്ള തിരക്ക് മാനിച്ചുകൊണ്ട് തുടർന്ന് ഇടതുപക്ഷത്തിന്റെ കൗൺസിൽ വന്നപ്പോൾ, ഉഷയുടെ നേതൃത്വത്തിലുള്ള കൗൺസിൽ വന്നപ്പോൾ ശാന്തി കുടീരം എന്ന് പറഞ്ഞ് മറ്റൊന്നുകൂടി ഉണ്ടാക്കി. അവിടെ ഒരു ബർണർ വാങ്ങി വെക്കാൻ മനസാക്ഷി ഉണ്ടെങ്കിൽ അതിനായി പണം നീക്കി വെച്ചിരുന്നുവെങ്കിൽ, ഒരു ബർണർ വെച്ചിരുന്നുവെങ്കിൽ അവിടെ സുഗമമായി രണ്ടാമതൊന്നുകൂടി നടത്താൻ കഴിയുമായിരുന്നു. ഇതിന് 8 മാസം കൊണ്ട് ഏതാണ്ട് 50 ആണ്ട് നീണ്ട ആവശ്യത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ 5 വർഷം കൊണ്ട് ഇവരത് പൂട്ടി. ഇത് പൂട്ടാനേ അവർക്ക് കഴിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം മൂവാറ്റുപുഴ വികസനത്തെക്കുറിച്ച് കച്ചവടക്കാരോട് ചോദിച്ചാൽ പരാതി, മോട്ടോർ വാഹനം ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളി അടക്കമുള്ളവരോട് അവർക്ക് പരാതി. അവരെല്ലാം നിരന്തരം സമരവേദിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗാന്ധി പ്രതിമ അടുത്തിരിക്കുന്നുണ്ട്. ആ പ്രതിമയ്ക്ക് മുമ്പിലാണ് മുനിസിപ്പാലിറ്റിയില് ഇത്തരത്തിൽ നിരവധിയായ തൊഴിലാളികളുടെയും സാധാരണക്കാരെയും കച്ചവടക്കാരുടെയും എല്ലാം സമരങ്ങൾ വന്നതെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴും കൊണ്ടാലും പഠിക്കാത്ത തരത്തിലേക്ക് ഈ കൗൺസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തിനാ അമ്മാവ ഞങ്ങളെ തള്ളണേ? ഞാൻ ഗുണം വരില്ല എന്ന് പറയുന്നവര് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വച്ചൊഴിയുക. അതല്ലെങ്കിൽ വരുത്ത തെരഞ്ഞെടുപ്പിൽ ധീരമായി നമുക്ക് നേരിടാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അണിനിരക്കുമെന്നുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ സമരം വന്നിട്ടുള്ളത്. കുറ്റപത്രം ബഹുമാനപ്പെട്ട മുൻ മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വത്തിൽ ഇന്ന് മുനിസിപ്പാലിറ്റി ഏൽപ്പിക്കുകയാണ്. കഴിയുമെങ്കിൽ ചുരുങ്ങിയ നാളെ ഇനിയുള്ളൂ. അതുകൊണ്ട് അതേകൂടി നടപ്പാക്കാൻ നോക്കുക എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സമരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് എല്ലാവർക്കും ഒറ്റവാക്കല്ല പല വാക്കുകളും അല്ലെ, ഒറ്റവാക്കെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗനടപടികളിലേക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട് സൗത്ത് ലോക്കൽ സെക്രട്ടറി കെ ലാലിനെ ചെയ്യുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് കുഞ്ഞ്, ഇവിടെ വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വലിയ ഒരു സമരം അങ്ങനെ അവസാനിക്കുകയാണ്. മൂവാറ്റുപുഴ, ഞാൻ വലിയ പ്രസംഗമൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കുറേ നേരം അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു പോയിട്ടുണ്ട്. നാണം വേണ്ടി കുറച്ചെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആര് കേൾക്കാൻ വേണ്ടിയാണ് നമ്മളിത് പറയണത്? ഒറ്റ കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ മൂവാറ്റുപുഴ നഗരസഭയുടെ മുമ്പില് ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷം താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് ഇല്ല, ബസ് നിർത്തുന്ന ഒരു സംവിധാനം ഉണ്ടായി. അതിന്റെ മുമ്പിൽ ഈ ചെയർമാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇതിലെ കാറിൽ ഞെളിഞ്ഞു പോകുമ്പോൾ പാവപ്പെട്ട ആളുകൾ കുടയും പിടിച്ച് അവരുടെ കുടയിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന ആളുടെ ദേഹത്തേക്ക് വെള്ളം വീഴുകയും താഴെ വീഴുന്ന വെള്ളം തെറിച്ച് ഇവരുടെ വസ്ത്രത്തിലേക്കൊക്കെ വീണ് കണ്ടുകൊണ്ട് ദൈനംദിന ഇതിൽ നടക്കുന്ന ഒരു നാണവുമില്ലാത്ത, ഒരു മാനവുമില്ലാത്ത, സ്വന്തം ഉടുതുണി നഷ്ടപ്പെട്ടിട്ട് പോലും അതും നോക്കാതെ പുറത്തോട്ട് ആളുകളെ നോക്കി ചിരിക്കുന്ന ഒരു നഗരസഭാ ചെയർമാന്റെ മുമ്പില് എന്തിനെങ്ങനെ ഒരു സമരം എനിക്ക് മനസ്സിലാവണില്ല. കാരണം കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ ഈ 5 വർഷം തികയുന്നതിന്റെ തലേ ദിവസമെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നല്ല ബോധ്യമുണ്ടാവുമ്പോൾ രാജിവെച്ച് ഒരു ദിവസം മുമ്പ് രാജിവെച്ച് പോകാനുള്ള ഒരു ആർജവം ഈ നഗരസഭാ ചെയർമാൻ കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച CPIയുടെ ലോക്കൽ സെക്രട്ടറിയുള്ള സഖാവ് അലിക്കുഞ്ഞിക്കായ്ക്ക്
യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്തത് CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് S. സതീഷാണ്. സഖാവ് വളരെ വിശദമായി തന്നെ മൂവാറ്റുപുഴയെ സംബന്ധിച്ചുള്ള നഗരസഭയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ സംസാരിച്ചു പോയിട്ടുണ്ട്. സഖാവിന് ഈ യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സജി ജോർജ് സഖാവ് ഈ വിഷയം നല്ല നിലയ്ക്ക് ഇവിടെ അവതരിപ്പിച്ചു പോയിട്ടുണ്ട്. സഖാവിനെ നന്ദി രേഖപ്പെടുത്തുകയാണ്. CPI-യുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ജോളി പൊട്ടക്കൽ, CPIM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് അനീഷം മാത്യു, അതുപോലെ മുൻ മുനിസിപ്പൽ ചെയർമാനും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് UR ബാബു, മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായിട്ടുള്ള മേരി ജോർജ്, ഉഷ ശശിധരൻ, MA സഹീർ, ഇപ്പോ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സഖാവ് രാകേഷ്, കേരള കോൺഗ്രസിന്റെ നേതാവ് ഇമ്മാനുവൽ പാലക്കുഴി, നമ്മുടെ കൌൺസിലറും നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് KG അനിൽകുമാർ ഉൾപ്പെടെ ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകളെയും നാട്ടുകാരെയും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. യോഗ നടപടികൾ അവസാനിപ്പിച്ചതായിട്ട് അറിയിച്ചു.